പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളുമായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോസഫ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോസഫ് അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളു. പ്രൈസ് ലോർഡ് ദൈവദാസനെ. കർത്താവിൻ്റെ ദാസനെ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? ദൈവദാസന് എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഞാൻ ഛത്തീസ്ഗഡിൽ നിന്നാണ്. എൻ്റെ പേര് പാസ്റ്റർ ജേക്കബ് ജോസഫ്. എൻ്റെ വൈഫിന്റെ പേര് ദീപ. 2 ആൺപിള്ളേരാണുള്ളത്. മൂത്ത മകൻ ഐസക്. അദ്ദേഹം ഇപ്പം LLB ചെയ്യുന്നു. ഒപ്പം തന്നെ എൻ്റെ കൂടെ കർത്താവിന്റെ വേലയിൽ സഹായിക്കുന്നു. പിന്നെ രണ്ടാമത്തെ മോൻ 12 കഴിഞ്ഞു. ഈ വർഷം 12 കഴിഞ്ഞു. ഞങ്ങളെ ഛത്തീസ്ഗഡിലെ ദില്ലി രാജറ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഓക്കെ, കർത്താവിൻ്റെ ദാസനെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കുന്നുള്ള അവസരമാണ്. ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ ദൈവീയ ഇടപെടലുകളെക്കുറിച്ച് കർത്താവിനെ അറിയുവാനിടയായി തീർന്ന സാഹചര്യം, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, വിദ്യാഭ്യാസം, വിവാഹം, കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയുള്ള ബന്ധത്തിലുണ്ടായിട്ടുള്ളതായ നല്ല അനുഭവങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ കർത്താവിൻ്റെ ദാസനെ തുടർമാനമായിട്ട് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാം. അവസരം തന്നതിന് ദൈവത്തിന് നന്ദി. ദേവദാസൻ ദാനിയേൽ ജോൺ പാസ്റ്ററിനും അരോമ ടി വിക്കുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ സാക്ഷ്യത്തിലൂടെ അനേകർക്ക് ദൈവത്തെ അറിയുവാനും കർത്താവിന്റെ വേലയിൽ മുന്നേറുവാനും ഒക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ജേക്കബ് ജോസഫ് എന്നാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് എൻ്റെ സ്വദേശം. ഞാൻ റോമൻ കത്തോലിക്ക കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 8 മക്കളായിരുന്നു. 8 മക്കളിലെ ഏറ്റവും ഇളയവനായിട്ടാണ് ദൈവം ആ കുടുംബത്തിൽ എന്നെ നൽകിയത്. അപ്പം ഏറ്റവും ഇളയ മകനായതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹങ്ങളൊക്കെ ഒത്തിരി അനുഭവിച്ചു. ഒപ്പം തന്നെ ഒത്തിരി കുരുത്തക്കേടുകളും ഒക്കെ കാണിച്ചാണ് ജീവിച്ചത്. എന്നാൽ ഏറ്റവും ഇളയ മകനായതുകൊണ്ട് തന്നെ വീട്ടുകാരെ എന്നെ അച്ഛനാകാനായിട്ട് സമർപ്പിച്ചു. എൻ്റെ അമ്മച്ചിയുടെ വലിയ ആഗ്രഹമായിരുന്നു ഞാൻ അച്ഛനാകണമെന്നുള്ളത്. അപ്പൊ ഞങ്ങൾ 4 അമ്മച്ചി അച്ചാച്ചനും അമ്മച്ചിക്കും ഞങ്ങൾ 8 മക്കളിൽ 4 ആണും 4 പെണ്ണുമാണ്. അപ്പൊ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. അപ്പൊ എന്നെ അച്ഛനാക്കണം. അപ്പം ചെറുപ്പം മുതലേ പള്ളിക്ക് അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ വിടും, പ്രാർത്ഥിക്കും. വൈകിട്ടാണെങ്കിൽ കൊന്ത ചെല്ലാതെ ഞങ്ങൾക്ക് ആഹാരം പോലും തരത്തില്ല. അത്രയ്ക്കൊരു ഭക്തിയിലാണ് എൻ്റെ അമ്മച്ചി ഞങ്ങളെയൊക്കെ വളർത്തിയത്. അങ്ങനെ അച്ഛനാകണോ എന്നുള്ള സമർപ്പണത്തിൽ തന്നെ ഞാൻ ജീവിച്ചു വന്നു. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് മിലിറ്ററിയിൽ പോകണമെന്നും മിലിറ്ററിയിൽ ജോലി ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ അതിനു വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒപ്പം തന്നെ സെമിനാരികളിലെ പോയി വെക്കേഷൻ ക്യാമ്പുകളിലൊക്കെ 2-3 സ്ഥലത്ത് അറ്റൻഡ് ചെയ്തു. ഒരിടത്തു നിന്ന് എനിക്ക് അച്ഛനാകാനായിട്ടുള്ള എനിക്ക് അഡ്മിഷനും കിട്ടി. ആ കിട്ടിയ സമയത്താണ് എനിക്ക് മിലിറ്ററിയിൽ പോകാനായിട്ടുള്ള ഒരവസരം കിട്ടിയത്. അപ്പൊ ഒപ്പം തന്നെ ആ സമയത്ത് ഞാൻ രാഷ്ട്രീയത്തിലും
ഇച്ചിരി ഉണ്ടായിരുന്നു. കാരണം 10ാം ക്ലാസ്സിലെ ചങ്ങനാശ്ശേരി SB ഹൈസ്കൂളിലെ KSUവിന്റെ 3 രീതിയിൽ ഇരിക്കുന്ന സമയത്താണ് മിലിറ്ററിയിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു അവസരം. അങ്ങനെ 99-ലെ ഞാന് നാഗാലാൻഡിലെ ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം മണിപ്പൂരിൽ 2 വർഷം ജോലി ചെയ്തു. അതിനുശേഷം രാജസ്ഥാനിലേക്ക് ഞാൻ പോയി. രാജസ്ഥാനിൽ 2 വർഷം ഉണ്ടായിരുന്നു. അങ്ങനെ 6 വർഷത്തോളം ഞാൻ അങ്ങനെ സർവീസ് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഏറ്റവും ഇളയ മകനായതുകൊണ്ടും പിന്നെ പൈസയൊന്നും, കിട്ടുന്ന ശമ്പളമോ ഒന്നും വീട്ടിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പപ്പ എപ്പോഴും പറയുമായിരുന്നു, നിന്റെ കാര്യം നോക്കിക്കോണം, നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകല്ലെന്ന് പറയുന്നത് കൊണ്ടും കിട്ടുന്ന പൈസയൊക്കെ സത്യം പറഞ്ഞാൽ മദ്യപാനത്തിലും സ്വന്തം ചെലവിലും ചെലവഴിച്ച് ഒരു 5 വർഷത്തോളം 1 രൂപ പോലും എൻ്റെ വീട്ടിൽ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ കൊടുത്തുമില്ല. എൻ്റെ ഒരു എൻ്റെ നേരെ മൂത്ത പെങ്ങളുടെ വിവാഹ സമയത്ത് പോലും എനിക്ക് നാട്ടിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായി. കാരണം 1 രൂപ പോലും കയ്യിലില്ല. കാരണം മദ്യപാനത്തിലാണ് ജീവിതം. ഓരോ മാസവും ശമ്പളം കിട്ടുമ്പം ആ കിട്ടുന്ന ശമ്പളം കടം വീട്ടാനേ ഉള്ളൂ. കാരണം ഞാന് മദ്യപാനത്തിന് വേണ്ടി എനിക്ക് മദ്യപിക്കാനായിട്ട് കൂടെ ഉള്ളവരുടെ കയ്യിൽ നിന്ന് തന്നെ പണം കടം വാങ്ങിക്കും. ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞാണ് അവരുടെ നിന്ന് വാങ്ങിക്കുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യവും ശമ്പളം കിട്ടുമ്പോഴത്തേക്കും ആ കിട്ടുന്ന പൈസ കടം തീർക്കാനേ ഉള്ളൂ. പിന്നെ അടുത്ത മാസത്തേക്ക് വീണ്ടും കടം വാങ്ങിക്കണം. ആ അവസ്ഥയിലാണ് പെങ്ങളുടെ കല്യാണം, എൻ്റെ നേരെ മൂത്ത പെങ്ങളുടെ കല്യാണം വിളിക്കുന്നത്. അപ്പോഴും ഞാൻ ഏകദേശം 5 വർഷമായിട്ട് നാട്ടിൽ പോകാതിരിക്കുന്ന സമയമാണ്. അപ്പം പെങ്ങളുടെ കല്യാണം വിളിച്ചപ്പം പോലും എനിക്ക് പോകാനായിട്ട് കയ്യിൽ കാശില്ല. കാരണം ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്. എന്നാൽ മദ്യപാനത്തിലെ ജീവിതം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ക്യാമ്പിലുള്ള ഞങ്ങളുടെ ക്യാപ്റ്റനുമായിട്ട് ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടായി. ഞാൻ മദ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഞാൻ അസഭ്യം പറഞ്ഞു. ഒരുപാട് അദ്ദേഹത്തെ ഞാൻ എൻ്റെ മദ്യത്തിന്റെ ലഹരിയിലെ ഞാൻ അദ്ദേഹവുമായിട്ട് ഒത്തിരി ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. അങ്ങനെ എനിക്ക് ആ ക്യാമ്പിൽ നിൽക്കാൻ പോലും കഴിയാതെ എൻ്റെ ചില സുഹൃത്തുക്കൾ മൂലം എന്നെ അവിടെ നിന്ന് ക്യാമ്പിൽ നിന്ന് അദ്ദേഹം എന്നെ പിടിച്ച് മിലിറ്ററി ജയിലിൽ അവിടെ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ മൂലം എന്നെ ക്യാമ്പിൽ നിന്ന് പുറകിൽ മതില് ചാടിച്ച് എന്നെ വെളിയിലിറക്കി. അങ്ങനെ എങ്ങനെയും നീ രക്ഷപ്പെടണം പറഞ്ഞ് എന്നെ അവിടുന്ന് മാറ്റുമായിരുന്നു രാജസ്ഥാനിൽ നിന്ന്. അങ്ങനെ ഞാൻ ഗത്യന്തരമില്ലാതെ ഏകദേശം 6 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിലോട്ട് വരുന്നത്. നാട്ടിൽ വരുമ്പോഴും മദ്യത്തിന്റെ ലഹരിയില്ല. ഇപ്പോഴും എനിക്ക് എന്നും വൈകുന്നേരം മദ്യം വേണമെന്ന അവസ്ഥയായി. പക്ഷെ കയ്യിൽ പൈസയും ഇല്ല. അപ്പം തന്നെ വീട്ടുകാരെ, ഇവൻ നന്നാകട്ടെ, ഇവനൊരു വിവാഹ ജീവിതം വേണം, അതുകൊണ്ട് വീട് നീ പണിയെ, പഴയ വീടാണ്, അപ്പൊ അത് പുതിയതായിട്ട് നീ അത് പണിയെ, ഞങ്ങളെല്ലാം സഹായിക്കാമെന്നും പറഞ്ഞ് ചേട്ടന്മാരിൽ 2 ചേട്ടന്മാർ, മൂത്ത ചേട്ടനും രണ്ടാമത്തെ ചേട്ടനും പറഞ്ഞു, നീ ചെയ്യ്, ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ്. അപ്പം എൻ്റെ മേലൊരു ഉത്തരവാദിത്വം വന്നാല് എൻ്റെ ഈ സ്വഭാവങ്ങൾക്കും ഈ മദ്യത്തിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ അവരെന്നെ ഏൽപ്പിച്ചു. അങ്ങനെ വീട് പണിയാൻ തുടങ്ങി. ഏകദേശം 2.5 ലക്ഷം രൂപയോളം കടവായി. ഞാൻ പലരോടും ചോദിക്കുമ്പോൾ എനിക്ക് ജോലി ഉള്ളത് കൊണ്ടും ഇവൻ തിരിച്ചു തരുമെന്നുള്ള ഇതിലും പലരും തന്നു. പക്ഷേ അവരാരും അറിയുന്നില്ല ഞാൻ അങ്ങനെ കടം വാങ്ങിക്കേണ്ട അവസ്ഥ, കടത്തിലായി. ഞാൻ ഏകദേശം 2.5 ലക്ഷം രൂപയോളം കടത്തിലായി. അങ്ങനെ കടഭാരത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പലരോടും ചെന്ന് ഈ കടമൊന്ന് വീട്ടാനായിട്ടും ഞാൻ വഴി തേടി നടന്നപ്പോഴാണ് എൻ്റെ പപ്പായുടെ അനിയൻ ഉപ്പാപ്പന്റെ വീട്ടിലെ ഞാൻ ചെന്ന് കുറച്ച് പൈസ എവിടുന്നെങ്കിലും എനിക്ക് അറേഞ്ച് ചെയ്ത് തരണമെന്ന് ചോദിക്കാൻ ഞാൻ അവരുടെ വീട്ടിലോട്ട് പോകുമ്പോഴാണ് ആ വീട്ടിലെ അവരുടെ വീടിനോട് അടുത്തോണ്ടിരിക്കുമ്പോഴേ ഹല്ലേലൂയാ സ്തോത്രം എന്നൊക്കെ പറഞ്ഞുള്ള സൗണ്ട് കേൾക്കാം ആ വീട്ടിലെ. അപ്പൊ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, ഇവരും ഈ പണിക്ക് പോയോ? അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പെന്തക്കോസുകാരെ, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് മീശയില്ല. രണ്ടാമത് ഞാനൊരു കൊമ്പ മീശയൊക്കെ വെച്ചാണ്ട് ആ സമയത്ത് നടക്കുന്നത്.
രണ്ടാമത് പെണ്ണുങ്ങളാണ് ആഭരണം ധരിക്കത്തില്ല, കഴുത്തും ഇതൊക്കെ പഠിച്ച് വിധവയെ പോലെ നടക്കുക. അങ്ങനൊക്കെ പല രീതിയിലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ഈ സൗണ്ട് കേൾക്കുമ്പോഴേ ഒരു ഇറിറ്റേഷനാണ് ഉണ്ടാകുന്നത്. അപ്പൊ വീടിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി ഇവരുടെ വീട്ടിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പൊ ഞാൻ വെളിയിൽ നിന്ന് ജനല് വഴി കുറച്ചു നേരം വെളിയിൽ നിന്ന് അതിനുശേഷം ജനല് വഴി ഞാൻ ആംഗ്യം കാണിച്ചു. എൻ്റെ പപ്പായുടെ അനിയന്റെ മോനെ, അവനൊറ്റ മോനെ, അവൻ കണ്ടെന്നെ. അവൻ പെട്ടെന്ന് വെളിയിൽ വന്നു. വെളിയിൽ വന്നിട്ട് അന്നേരം പ്രാർത്ഥന നടക്കും. ഒരു പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ എന്നോട് പറഞ്ഞ് അകത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അകത്തിരിക്കത്തില്ല, ഇവരെല്ലാം പോയിട്ട് അകത്ത് കയറാമെന്നും പറഞ്ഞ് വെളിയിൽ നിന്നു. അപ്പൊ ഞാൻ ലീവിന് വന്നത് കൊണ്ടും ഇവരെല്ലാം എന്നെ ഒത്തിരി ബഹുമാനിക്കുന്നത് കൊണ്ടും പെട്ടെന്ന് കസേര എടുത്ത് വെളിയിലിട്ട് തന്നു. ഞാൻ അങ്ങനെ വെളിയിലിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ ഒരു പെങ്ങള്, വേറൊരു പപ്പായുടെ അനിയന്റെ മോളുണ്ട്, അവളും ഞാനും കൂടാണ് ഈ ഇവിടെ വീട്ടിലോട്ട് ചെന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വെളിയിലിരിക്കുക. ഞങ്ങൾ രണ്ടും കത്തോലിക്ക വിശ്വാസത്തിലാണ്. എൻ്റെ അനിയൻ ചെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം അവിടുത്തെ പ്രാർത്ഥന അവര് നിർത്തിയതിന് ശേഷം എൻ്റെ പപ്പായുടെ അനിയനോടും ചിറ്റമ്മയോടും ഞാൻ പറഞ്ഞു, അമ്മ എന്നെ പോലെ ഞാൻ ഇന്ന ആവശ്യത്തിനാ വന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, മോനെ അതാണ് അവിടെ ഒരു പാസ്റ്റർ ഉണ്ട്, പാസ്റ്ററിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ ഈ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം വരും. അങ്ങനെ ഞാൻ പറഞ്ഞു പൈസ വല്ലതും കൊടുക്കണോ? എന്ന് പറഞ്ഞു ഒരു പൈസയും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് പാസ്റ്റർ പ്രാർത്ഥിക്കും. അപ്പം ഞങ്ങൾ തന്ന പൈസയൊന്നും കൊടുക്കണ്ടല്ലോ, എന്നാ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ഓർത്ത് ഞാൻ അവിടെ ചെന്നിരുന്ന് കൊടുത്തു. എന്നാല് എൻ്റെ കൂടെ ഈ 6 വർഷം എൻ്റെ കൂടെ നടന്ന് എൻ്റെ ഓരോ നിലവുകളെയും എൻ്റെ ഓരോ പ്രവൃത്തികളെയും അറിഞ്ഞ എൻ്റെ ദൈവത്തെ സാന്നിധ്യം ഞാൻ അവിടെ അറിഞ്ഞു. കാരണം ഞാൻ 2 പ്രാവശ്യം ഒഫീഷ്യലി ചില കാര്യങ്ങളിൽ ഞാൻ ബന്ധപ്പെട്ട് ഞാൻ മരിക്കേണ്ട സാഹചര്യത്തിലൂടെ കടന്നുപോയതാ. എന്നാല് അവിടെ ആ ദൈവ സാന്നിധ്യം ഞാൻ അറിഞ്ഞു. ആ ദേവദാസൻ ഒരു വളരെ ദുഃഖം കുറഞ്ഞ ഒരു ദൈവദാസന, കാണാൻ ഒരു ഭംഗിയുമില്ല. എന്നാൽ അദ്ദേഹത്തിലൂടെ ഞാൻ ദൈവസം അറിയുവാൻ തുടങ്ങി. ഞാൻ മരിക്കേണ്ട സമയങ്ങളെ കുറിച്ച്, എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ആ ദൈവദാസൻ പറഞ്ഞപ്പോ ഞാൻ ഒന്നറിഞ്ഞു. ഞാൻ ഇന്ന് വരെ അറിയാത്ത, ഞാൻ അനുഭവിക്കാത്ത ആ ദൈവം, എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിച്ച ആ ദൈവം ഇവരുടെ നടുവിലുണ്ടേ എന്നുള്ള ആ തിരിച്ചറിവ് എനിക്ക് അന്നുണ്ടായി. ഞാൻ അന്ന് തന്നെ എന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചു. എന്നോട് ഒരു സുവിശേഷം പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ ഒരു കത്തോലിക്കനായി ജീവിച്ചതാ. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, ഞായറാഴ്ചകളിൽ പോകും, കുമ്പസാരിക്കും, കുർബാന കൈക്കൊള്ളു, എല്ലാം ചെയ്യും. അച്ഛനാകണമെന്നും പറഞ്ഞ് നടന്നതാ. എന്നാലേ ഞാൻ അന്ന് അറിഞ്ഞത് ജീവനുള്ള ദൈവം ഇവരുടെ നടുവിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ആരോടും പറയാത്ത കാര്യങ്ങൾ പോലും, എൻ്റെ മാതാപിതാക്കളോടോ സുഹൃത്തുക്കളോടോ പോലും പറയാത്ത കാര്യമാണ് ഞാൻ മരിക്കപ്പെടേണ്ട ആ 2 സാഹചര്യം. ഞാൻ ശത്രുക്കളാൽ വളയപ്പെട്ട ഒരു സമയമുണ്ട്. ആയുധധാരികളായ അവരുടെ നടുവിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതൊക്കെ ഒരു ദൃക്സാക്ഷി പറയുന്ന പോലെ. നിനക്ക് ഓർമ്മയുണ്ടോ 2 വർഷം മുമ്പേ നീ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത സ്ഥലത്ത്, അപ്പൊ ഞാൻ നാഗാലാൻഡില്ല, നിന്നെ ശത്രുക്കൾ ആയുധങ്ങളാൽ വളഞ്ഞ സമയത്ത് നിന്നെ ഞാൻ അവരുടെ ആയുധത്തിൽ നിന്ന് രക്ഷിച്ചത് നീ ഓർക്കുന്നോ ഒക്കെ പറഞ്ഞപ്പോ ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. കാരണം ആ ഒരു മനുഷ്യരോട് പറയാത്ത കാര്യമാ അവിടെ ദൈവം, ആ ജീവനുള്ള ദൈവത്തെ ഞാൻ അറിഞ്ഞു. ഞാൻ അന്ന് വരെ അവരെ നിന്ദിച്ചിട്ടേ ഉള്ളൂ, പരിഹസിച്ചിട്ടേ ഉള്ളൂ. ഈ ചിറ്റമ്മ, പപ്പായുടെ അനിയന്റെ ഭാര്യ ആദ്യം ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസത്തിൽ വരുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെ ഫംഗ്ഷനുകളിലൊക്കെ ഈ ആന്റി വരുമ്പോൾ ഞങ്ങൾ കളിയാക്കുമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കുമായിരുന്നു. എന്നാലേ ഞാൻ അന്ന് കരഞ്ഞോട് പറഞ്ഞു, കർത്താവേ ഇന്ന് വരെ ഞാൻ ചെയ്ത തെറ്റുകൾ എന്നോട് ക്ഷമിക്കണേ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ജീവനുള്ള ദൈവം അങ്ങ് ഇവരുടെ കൂടെയാ ഉള്ളത് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ സമർപ്പിച്ചു. യേശുവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ സഹായിച്ചു. അങ്ങനെ അവരുടെ വീട്ടിലെ ഉപവാസം 3 ദിവസത്തെ ആയിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ദിവസം അവിടെ ചെല്ലുന്നത്, ഞാനും എൻ്റെ ആ സഹോദരിയും കൂടെ ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾ 3 ദിവസം അവിടെ ഉപവാസത്തിലിരുന്ന്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വൈകിട്ട് ആഹാരം കഴിക്കാതെ ഒരു ദിവസം കഴിയുന്നത്. എന്നാൽ 3 ദിവസവും എനിക്ക് ക്ഷീണമോ പ്രയാസമോ ഉണ്ടായില്ല. അവരുടെ കൂടെ അവിടെ ഇരുന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവം സഹായിച്ചു. ഞാൻ എന്നെ തന്നെ അവര് ശ്രദ്ധിച്ച് രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിഷയത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു, എന്നെ വചനത്തിൽ നിന്ന് പഠിപ്പിച്ചപ്പം എനിക്ക് അവരുടെ വാക്കുകൾ
വാക്കുകളെ ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞത് ഇവര് പറയുന്ന വചനവും കത്തോലിക്ക ബൈബിളിലുള്ള വചനവും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് വീട്ടിലെ ഉപ്പാപ്പന്റെ കയ്യിലെ POCയുടെ റെഡ് കളറിലെ കത്തോലിക്ക ബൈബിൾ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ ബൈബിൾ എടുത്തുകൊണ്ടിരുന്ന് ഇവര് പറയുന്ന കേൾക്കാൻ തുടങ്ങി. അപ്പൊ അതിനകത്തെ വാക്യങ്ങളെ ഇവരുടെ ബൈബിളിനകത്ത് പറയുന്നതിലും വളരെ ലളിതവും വളരെ മനസ്സിലാകുന്ന സരള ഭാഷയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനകത്ത് എനിക്ക് ഒത്തിരി ചലഞ്ച് ചെയ്തതാണ് വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ വാക്യം എടുത്ത് പാസ്റ്റർ പ്രസംഗിച്ച് എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അത് പ്രസംഗിക്കുമ്പോൾ ഞാൻ POC ബൈബിൾ എടുത്ത് നോക്കുക. അതിനകത്ത് പറയുക, ആ സ്വർഗത്തിലോ ഭൂമിയിലോ ജലത്തിലോ അങ്ങനെ ഒന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുത്. അതാണ് എന്നെ ആദ്യം ചലഞ്ച് ചെയ്തൊരു വചനവാ. ഞാൻ എന്നെ തന്നെ ആദ്യം പ്രകാരം ഞാൻ മനസ്സിലാക്കി, വിഗ്രഹാരാധി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാ. അന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഹിന്ദുക്കളാണ് വിഗ്രഹാരാധികളെന്ന. എന്നാൽ അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല, ഞാൻ വിഗ്രഹാരാധിയാണ്. ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ നരകത്തിൽ പോകുമെന്ന് എനിക്ക് നന്നായി അന്ന് 2-ാമത്തെ ദിവസം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, കർത്താവേ, ഇനി ഞാൻ വിഗ്രഹത്തിന്റെ മുമ്പിൽ വണങ്ങാൻ പോകത്തില്ല. ഞാൻ അങ്ങ് സർവവ്യാപിയായ ദൈവമാ, അങ്ങ് ആത്മാവാ, അങ്ങ് സർവവിരാജമാന വ്യാപിയ. ഞാൻ അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയെ സേവിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കൃപയാലെ അന്ന് എന്നെ സമർപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. അതോടുകൂടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി. ഞാൻ ഏറ്റവും ഇളയതാ. വീട് കടം വാങ്ങിച്ചാ വെച്ചത്. കല്യാണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കല്യാണാലോചന ഏകദേശം റെഡിയായി, അതിൽ നിന്ന് അത് മാറിപ്പോയി. അതുപോലെ തന്നെ കടം വാങ്ങിച്ചവർ എൻ്റെ പുറകെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, ഇനി ഞാൻ തിരിച്ച് ജോലിക്ക് പോകുന്നില്ല. ആ സമയത്ത് എനിക്ക് കുറച്ച് കടം അത്യാവശ്യം തീർക്കേണ്ടത് കൊണ്ട് ഞാൻ ഭോപ്പാലിലെ ഒരു 7 മാസത്തോളം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോയി. അതെന്റെ 2-ാമത്തെ ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നു. അവിടെ ചെന്നു. അവിടെയും ദൈവത്തിന്റെ കരുണ, ഒരനുഭവങ്ങളും ഇല്ലാത്ത എനിക്ക് ആ 7 മാസത്തോളം ജോലി ചെയ്തത് മൂലം എൻ്റെ അത്യാവശ്യം വേണ്ട കുറെ കടങ്ങൾ ഞാൻ വീട്ടുവാൻ സഹായിച്ചു. പിന്നുള്ളത് എൻ്റെ 2-ാമത്തെ ചേട്ടനാണ് കടം വീട്ടേണ്ടത്. ഞാൻ പറഞ്ഞു, ഞാൻ ബൈബിൾ സ്കൂളിൽ പോവുകയാണ്, അതുകൊണ്ട് ഈ വീടും സ്ഥലവും ചേട്ടൻ വെച്ചു, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അത് ചേട്ടന് കൊടുത്ത് എഴുതി കൊടുക്കാൻ പപ്പായോട് പറഞ്ഞു. അങ്ങനെ പപ്പ അദ്ദേഹത്തിന് എഴുതി കൊടുത്തു. അറിഞ്ഞ സത്യത്തിൽ ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാ എന്റെ പൈസ തരണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൈസ ഇല്ല, ഈ വീടും സ്ഥലവും ചേട്ടൻ വെച്ചു. അങ്ങനെ പപ്പായെ കൊണ്ട് അതെല്ലാം എഴുതി കൊടുപ്പിച്ചിട്ടാണ് ഞാൻ നേരെ ബൈബിൾ സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ ബൈബിൾ സ്കൂളിൽ ഏകദേശം 3 വർഷത്തെ BTH കോഴ്സിനാണ് അവിടെ ചേർന്നത്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ആത്മീയ പിതാവ് എപ്പോഴും എന്നോട് പറയുമായിരുന്നു, മോനെ, ദൈവവേല നല്ലതാണ്, തീരുമാനം എടുക്കുന്നത് നല്ലതാ, ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് നല്ലതാ, പക്ഷേ ബൈബിൾ സ്കൂളിൽ ചെല്ലുമ്പോൾ മോനെ ചിന്തിച്ചു പോകുന്ന പോലെ ആയിരിക്കത്തില്ല. അവിടെ എല്ലാം നീ ഓർക്കുന്ന പോലെ എല്ലാ വിശുദ്ധന്മാരുടെ ഒരു കൂട്ടമാണെന്ന് ചിന്തിക്കരുത്. അവിടെ ചെല്ലുമ്പോൾ പല തെറ്റായ സ്വഭാവമുള്ളവരെ കാണാം. ചിലപ്പോൾ സാറുമാരെ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കാണാം. കാരണം എൻ്റെ ആത്മീയ പിതാവിൽ നിന്ന് ഞാൻ പഠിച്ചായിരുന്നു, വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, അതുപോലെ വചനം എന്നും വായിക്കണം, അന്യഭാഷയുടെ അനുഭവത്തിൽ പ്രാർത്ഥിക്കണം. അങ്ങനൊക്കെ ദൈവദാസൻ എപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്ന വചനം, മറ്റുള്ളവരോട് പറയുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് എപ്പോഴും എൻ്റെ ആത്മീയ പിതാവിനെ എന്നോട് പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടെ ഞാൻ ബൈബിൾ സ്കൂളിലേക്ക് പോയി. കൊച്ചി കാക്കനാട്ടാണ് ബൈബിൾ കോളേജ്. അങ്ങനെ ആ ബൈബിൾ കോളേജിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ചില ദിവസങ്ങൾക്കുള്ളിലെ മനസ്സിലാക്കി സീനിയർമാരുടെ സ്വഭാവങ്ങളെ, സാറുമാരുടെ സ്വഭാവങ്ങളെ, പ്രാർത്ഥനയുടെ അനുഭവമില്ലാതെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന സാറുമാരെ, അതുപോലെ വിശ്വാസമില്ലാതെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവരെ, വിശുദ്ധിയില്ലാതെ വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നവരെ, ഇതിനെ ഒത്തിരി വേദനിപ്പിച്ചു. പലപ്പോഴും അവിടം വിട്ടുപോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഏകദേശം 2 വർഷത്തോളം അവിടെ നിന്ന് ദൈവവചനം പഠിക്കാൻ ദൈവം സഹായിച്ചു. എന്നാൽ അതിനുശേഷം അവിടുന്ന് പുറത്തു പോകേണ്ടതായ സാഹചര്യം വന്നു.
ചില തെറ്റുകൾക്കെതിരെ ഞാൻ ശബ്ദം ഉയർത്തിയപ്പോൾ എന്നെ ബൈബിൾ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ 2 കൊല്ലത്തെ പഠിത്തം കഴിഞ്ഞ് ഞാൻ വെളിയിലിറങ്ങി. എവിടെ പോകണമെന്നറിയത്തില്ല. കയ്യിലെ ഒരു ബാഗല്ലാതെ ഒന്നുമില്ല. പോകാനായിട്ട് വീടില്ല, സ്ഥലമില്ല. എന്ത് ചെയ്യും എന്നോർത്ത് വളരെ വിഷമിച്ചു. അപ്പം എൻ്റെ ആത്മീയ പിതാവിന്റെ വീടല്ലാതെ ഒന്നും എനിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പാസ്റ്ററിന്റെ വീട്ടിലോട്ട് ചെന്നു. കുറച്ച് നാള് അദ്ദേഹത്തിന്റെ കൂടെ അവിടെ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തമ്പിച്ചായനോട്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ തമ്പിച്ചായനും മൂത്ത മകൻ ബിജു തമ്പിച്ചായനുമായിട്ട് സംസാരിച്ച് അവിടെ ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലെ ചിങ്ങവനം ചർച്ചിൽ ഇരിക്കുമ്പോഴാണ് 2002 ലാസ്റ്റിലെ അവിടെ വെച്ച് എന്നെ തമ്പിച്ചായം വിളിച്ചിട്ട് പറഞ്ഞ്, നിനക്ക് ഹിന്ദി അറിയാവല്ലോ, നീ വടക്കേ ഇന്ത്യയിൽ പോകാനായിട്ടാണോ ആഗ്രഹം? ഞാൻ പറഞ്ഞു, അതെ അച്ഛാ, എനിക്ക് വടക്കേ ഇന്ത്യ കർത്താവിന്റെ വേല ചെയ്യണം. ശരി, ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നിന്നെ വിടാം എന്ന് പറഞ്ഞ് ആ ഉപവാസ പ്രാർത്ഥന 21 ദിവസം കഴിഞ്ഞപ്പം തമ്പിച്ചായനും മോൻ ബിച്ചായനും കൂടി എന്നെ പ്രാർത്ഥിച്ച് മൈസൂരിലേക്കാണ് ആദ്യം വിടുന്നത്. മൈസൂരിലൊരു മൊബൈൽ ടീം ഉണ്ടായിരുന്നു. അങ്ങനെ മൊബൈൽ ടീമിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്ന് ഫുഡും താമസ സൗകര്യവും ഉണ്ട്. പിന്നെ നമുക്ക് സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട, കർത്താവിന്റെ വേല ചെയ്യണം. അപ്പം ഞാൻ കടത്തിൽ വന്നതുകൊണ്ട്, കടഭാരം മൂലം യേശുവിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത തീരുമാനമായിരുന്നു, ഞാൻ ഒരുത്തരോടും കടം വാങ്ങിക്കത്തില്ല. പിന്നെ എൻ്റെ ഇല്ലായ്മ ഞാൻ ആരോടും പറയത്തില്ല, കർത്താവിനോട് മാത്രം പറയും. അപ്പം ദൈവം എന്നോട് എപ്പോഴും ഇടപെടുന്ന ഒരു വചനമുണ്ട്, അവന്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. അപ്പൊ ഈ വചനപ്രകാരം എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങയുടെ തിരുമുഖത്ത് നോക്കി ഇറങ്ങിയതാ, ലജ്ജിപ്പാൻ ഇടവരുത്തത്തില്ലെന്ന് അങ്ങാണ് വാക്ക് പറഞ്ഞത്. എന്നാലേ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഓരോ സാഹചര്യങ്ങൾ വന്നത് ദൈവത്തിന്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റാനും ലജ്ജിപ്പിക്കുന്ന ആ സാഹചര്യങ്ങളാണ് ഓരോ സമയത്തും ജീവിതത്തിൽ കടന്നു വന്നത്. എന്നാൽ അവിടെയെല്ലാം കർത്താവിന്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കാൻ ദൈവം കൃപ തന്നത് കൊണ്ട് ലജ്ജിപ്പിക്കാൻ ശത്രു കൊണ്ടുവന്ന ഓരോ സാഹചര്യങ്ങളിലും ലജ്ജിക്കാതെ നിൽപ്പാൻ ദൈവം സഹായിച്ചു. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവമുഖത്ത് നോക്കി ഇറങ്ങി അന്നു മുതൽ നോക്കിയാൽ ഇന്ന് വരത്തെ അനുഭവം നോക്കിയാലും പലപ്പോഴും ലജ്ജിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ജീവിതത്തിൽ വന്നത്. വെല്ലുവിളികൾ വന്നത് ശാരീരികമായി, മാനസികമായി, ഭൗതികമായി ഒക്കെ വന്നത്. എന്നാൽ അവിടെയൊക്കെ കർത്താവിന്റെ മുഖത്ത് നോക്കി നിൽക്കാൻ, മുഖത്ത് നിന്ന് നോട്ടം മാറ്റാതെ നിൽപ്പാൻ കർത്താവ് സഹായിച്ചതുകൊണ്ട് ഇന്ന് വരെ ലജ്ജിതനാകാതെ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മൊബൈൽ ടീമിലെ ഏകദേശം 6 മാസത്തോളം അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഛത്തീസ്ഗഡിലെ വേല ഇവിടെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് തുടങ്ങുകയും ഒരു പാസ്റ്ററിനെ എനിക്ക് മുമ്പായിട്ട് 2 മാസം മുമ്പായിട്ട് ഇങ്ങോട്ട് അയച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു, നീയും അങ്ങോട്ട് പൊക്കോ, അവിടെ താമസിക്കാനുള്ള വീടൊക്കെ വാടകയ്ക്കായി, അവിടെ ഒരു മൊബൈൽ ടീം ഫോം ചെയ്തിട്ടുണ്ട്, നിനക്ക് ഹിന്ദി അറിയാമല്ലോ, അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ നേരെ ഛത്തീസ്ഗഡിലേക്ക് വന്നു. അങ്ങനെ ഛത്തീസ്ഗഡിലേക്ക് ഞാൻ 2003 ആരംഭത്തിലാണ് ഞാൻ വരുന്നത്, ആരംഭ മാസത്തിൽ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ അനേക സ്ഥലങ്ങളിലെ, ഇവിടെ ഒരു ഹീറോ പൂക്ക് എന്ന് പറഞ്ഞൊരു വണ്ടി ആ സമയത്തുണ്ട്, അതേലെല്ലാം ഗ്രാമങ്ങളിലൊക്കെ പോവുകയോ ട്രാക്ട് കൊടുക്കുക, കർത്താവിന്റെ വേല ബസ്തർ സൈഡിലാണ് കൂടുതൽ ചെയ്തത്. എന്നാൽ ഞാൻ ഇവിടെ മൈസൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഞങ്ങൾക്ക് സൈക്കിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. സൈക്കിളും ചവിട്ടി ഞങ്ങൾ 27-25 കിലോമീറ്ററൊക്കെ ഞങ്ങൾ ഞങ്ങൾ 5 പേരുണ്ട്. 5 പേര് വളരെ സന്തോഷത്തോടെ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട്, മൈസൂരിലെ ഭാഷ ഒന്നും അറിയത്തില്ല, അതിലൊരു സഹോദരൻ അവിടുത്തുകാരനാ, ഭാഷ അറിയാവുന്ന, ഞങ്ങൾ മലയാളത്തിൽ പറയും, അദ്ദേഹം ഹിന്ദി ഈ കന്നഡയെ ട്രാൻസ്ലേറ്റ് ചെയ്യും. വളരെ സന്തോഷത്തോടു കൂടെ അവിടെ സൈക്കിൾ ചവിട്ടി നടന്നതാ. എനിക്ക് ഇവിടെ വന്നപ്പോ ഹീറോ പൂക്ക് കിട്ടിയപ്പോ ഒത്തിരി സന്തോഷമായി. ചവിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരുപാട് കിലോമീറ്റർ ഞങ്ങൾ ഈ ഹീറോ പൂക്കെ പോയി സുവിശേഷം അറിയിക്കാനൊക്കെ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് പ്രപ്പോസൽ, കല്യാണാലോചന വരുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഒറ്റ
ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരു പെങ്കൊച്ചിനെ തരണേ. ഒന്നെങ്കിൽ ഹിന്ദുവിൽ നിന്നോ മുസ്ലിമിൽ നിന്നോ ഈ റോമൻ കത്തോലിക്കെന്നോ ക്രിസ്തീയ ഗ്രൂപ്പിൽ നിന്നോ തരരുത് കർത്താവേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഇതിനകത്തുള്ള ജാതി വ്യവസ്ഥ കണ്ട് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. കാരണം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാന്ന് പറയുന്നു. നമ്മുടെ ഇതിനകത്ത് ജാതിയോ മതമോ ഇല്ല, നാം എല്ലാം ക്രിസ്തുവിൽ ഒന്ന ഒരപ്പത്തിന്റെ അംശയാണെന്ന് പറയുന്നെങ്കിലും വേദനയോടുകൂടെ മനസ്സിലാക്കിയ ഒരു സംഭവമാണ് ഇതിനകത്തുള്ള ജാതി വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നൊരു പെൺകൊച്ചിനെ തരണേ, അതും ഹിന്ദുവിൽ നിന്നോ മുസ്ലിമിൽ നിന്നോ വന്ന കൊച്ചിനെ തരണേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ 2003 ഏപ്രിൽ മെയ്യോടുകൂടെ എനിക്ക് ഈ പ്രപ്പോസൽ വന്നു. ഒറ്റയ്ക്ക് വിശ്വാസി വന്നതാ. ഒരു നായർ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസി വന്ന പെൺകുട്ടിയാണ്. അവളുടെ മാതാപിതാക്കൾ വിശ്വാസത്തിലില്ല. ഇവര് 2 അനിയത്തിയും 2 പെൺപിള്ളാരാ ഉള്ളത്. അതിൽ മൂത്ത കുട്ടിയാണ്. ഇവള് വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ഇവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ അപ്പന്റെ അനിയന്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഒരു കൊല്ലത്തെ ബൈബിൾ കോളേജിലെ പഠനം കുമ്പനാട്ട് IPCയിൽ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അപ്പം പഠിത്തം കഴിഞ്ഞ് ഗ്രാജുവേഷനോ കഴിഞ്ഞ് വീട്ടിൽ വരിക, വിവാഹാലോചന നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ ഛത്തീസ്ഗഡില്ല. അന്ന് എനിക്കുള്ളത് 100 രൂപയാണ് എനിക്ക് മാസം സപ്പോർട്ട് തരുന്നത്. സപ്പോർട്ടായിട്ടല്ല, അതായത് താമസ സൗകര്യവും ഫുഡും എല്ലാം അവിടെ തന്നെയാണ്. അപ്പൊ എനിക്ക് 100 രൂപ മതി, എണ്ണയും സോപ്പും ഒക്കെ വാങ്ങിക്കിട്ട് 100 രൂപ മതി. അപ്പം ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. പക്ഷെ അന്ന് എൻ്റെ 50 രൂപ ചെലവായി പോയി. ബാക്കി 50 രൂപ ഉള്ള സമയത്താണ് ഈ പെണ്ണിനെ കാണണമെന്ന് പറഞ്ഞ് വിളിക്കുന്നതും ഒക്കെ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് അങ്ങയുടെ ഹിതമാണെങ്കിൽ എനിക്ക് പോകാനും വിവാഹം നടത്തി പ്രിയമകളുമായിട്ട് തിരിച്ചു വരാനായിട്ട് അങ്ങ് വഴി തുറക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. അന്ന് ഉപവാസം ഇരിക്കുന്ന, വെള്ളം പോലും കുടിക്കാതെ ഉപവാസം ഇരിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ 3 ദിവസം വെള്ളം പോലും കുടിക്കാതെ ഉപവാസം ഇരുന്നു. വിവാഹം നടക്കാനായിട്ടല്ല, ഉപവാസം ഇങ്ങനെ പ്രാർത്ഥിക്കും. ദൈവമേ, കാരണം ഞാൻ അറിഞ്ഞ പെൺകുട്ടി അവരുടെ വീട്ടുകാർ വന്ന് ഒരുപാട് ഉപദ്രവിച്ചു. അവരുടെ അപ്പനും അപ്പന്റെ മറ്റനിയന്മാരും കൂടി ഇവളെ ഉപദ്രവിക്കുകയും ചെയ്തു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്ന് അവളെ വിവാഹം ചെയ്തുകൊണ്ട് കൊണ്ടുപോകണമെന്നാണ് ആ ഇളയ പപ്പായുടെ അനിയൻ, എൻ്റെ വൈഫിന്റെ പപ്പായുടെ അനിയൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ എന്നൊക്കെ പോകുവാനും വിവാഹം കഴിച്ച് മടങ്ങി വരുവാനും സഹായിക്കണം. അതല്ല എങ്കിൽ ആ പെൺകുട്ടിയെ നല്ലൊരു പ്രപ്പോസൽ കൊടുത്ത് അവളെ ആ പ്രതികൂലത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ 2ാമത്തെ ദിവസം എൻ്റെ അധികാരിയായ പാസ്റ്റർ എൻ്റെ ഇരിക്കെ വന്നിട്ട് പറഞ്ഞു, ജഗപ്പേ, നിനക്ക് വിവാഹത്തിന് പോകണ്ടേ, ഒരു കാര്യം ചെയ്യേ, നീ പോന്നും പറഞ്ഞ് അദ്ദേഹം എനിക്ക് ടിക്കറ്റും എടുത്ത് തന്നു. 500 രൂപയും തന്നിട്ട് പറഞ്ഞു, നീ പൊക്കോ, ബാക്കിയെല്ലാം ദൈവം വഴിയിൽ പ്രവർത്തിച്ചോളും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തന്ന, അതുകൊണ്ട് 3ാമത്തെ ദിവസം ഉപവാസം പൂർത്തീകരിച്ച് ഞാൻ അവിടുന്ന് ഈ ടിക്കറ്റും 500 രൂപയുമായിട്ട് ഞാൻ ജഗദൽപൂരിൽ നിന്ന് പോവുക. അപ്പം ജഗദൽപൂരിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ വരണം എനിക്ക് റായ്പൂരി വന്നിട്ട്, റായ്പൂരിൽ നിന്ന് വേണം ട്രെയിൻ കയറാൻ. അപ്പം ടിക്കറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടുത്തെ റായ്പൂരിൽ എൻ്റെ 2ാമത്തെ ചേട്ടനുണ്ട്. ആ സ്ഥലവും വീടും ഒക്കെ ഈ ചേട്ടനാണ് കൊടുത്തത്. അപ്പൊ ആ ചേട്ടനുണ്ട്. ആ ചേട്ടന് ഭയങ്കര എതിർപ്പാണ്, ഭയങ്കര കത്തോലിക്ക ഭക്തനാണ്. അതുകൊണ്ട് ഭയങ്കര എതിർപ്പാണ് പെന്തക്കോസിനോട്, എന്നോട്. കാരണം ഞാൻ പെന്തക്കോസിൽ പോയണ്ട്, അല്ലാതൊന്നും അല്ല. എൻ്റെ സഹോദരനാ പെന്തക്കോസിൽ പോയെന്നുള്ള ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിന് വിഷമമാണ് എന്നോട്. എങ്കിലും ഞാൻ അദ്ദേഹത്തെയും ചെന്ന് കാര്യം പറയാം. പിന്നെ എൻ്റെ അമ്മച്ചിയും അച്ചാച്ചനും ഉണ്ട് അവിടെ, അവരോട് 2 പേരോടും ചെന്ന് പറയാമെന്നോർത്ത് ഞാൻ പോവുക. അപ്പം പോകണമെന്നുണ്ടെങ്കിൽ അന്ന് 150 രൂപയാണ് ജഗദൽപൂരിൽ നിന്ന് റായ്പൂര് വരെ. 150 രൂപയാ ബസ്സേ ഉള്ളൂ, ട്രെയിനില്ല റായ്പൂര് വരെ. അപ്പൊ ഞാൻ അതിന് പോയി. അപ്പൊ 150 രൂപ കൊടുത്തു, ബാക്കി 350 രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഇത് മതി ട്രെയിന് ചെലവിന്, ഇത് മതി 2 ദിവസത്തെ എന്നോർത്ത് കല്യാണം കഴിക്കാനുള്ള വലിയ താല്പര്യത്തോടു കൂടെ പോവാം. അപ്പം ട്രെയിൻ ഈ ബസ്സേ കയറി ഞാൻ റായ്പൂരിൽ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കാല് തെറ്റി ഞാൻ താഴോട്ട് അങ്ങ് ഇതായി. അപ്പൊ വീണപ്പോഴത്തേക്ക് എൻ്റെ ഷൂ അങ്ങ് പൊട്ടിപ്പോയി. മിലിറ്ററി വെച്ച് ഞാൻ വാങ്ങിച്ച ഷൂ ആയിരുന്നു. അത് പല പ്രാവശ്യം കീറിയിട്ട് ഞാൻ തയ്പ്പിച്ച് വെച്ച ഷൂ ആയിരുന്നു. അത് ജഗദൽപൂര് തന്നെ ലാസ്റ്റ്
ഒരു ചെരുപ്പൂത്തി എന്നോട് പറഞ്ഞു, ഇനി ഈ ചെരുപ്പ് ഇവിടെ കൊണ്ടുവരരുത്, ഷൂ കൊണ്ടുവരല്ലേ, ഇതിനി തയ്ക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് എന്നോട് ആ പുള്ളി ഷൗട്ട് ചെയ്ത് എന്റെ മുമ്പിൽ ഇങ്ങനെ എറിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുവരരുതെന്ന് പറഞ്ഞ്. ആ ഷൂ ആയിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പം ആ സ്റ്റെപ്പ് ഇങ്ങനെ എന്റെ സ്ലിപ്പായി, അതങ്ങ് പൊട്ടിപ്പോയി. ഞാൻ അതും കൊണ്ട് ഞാൻ അവിടെ ഒരു ചെരുപ്പുത്തിരി പറഞ്ഞു, സാർ ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അദ്ദേഹം എന്റെ മുമ്പിൽ തന്നെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദാണ്ട് അവിടെ ഉണ്ട്, പോയി വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പൊ കടയിൽ പോയി വാങ്ങിക്കാനായിട്ടുള്ള ശക്തിയില്ല, കയ്യിൽ പൈസയില്ല. അതുകൊണ്ട് ഞാൻ ഫുട്പാത്തിൽ നോക്കി. കല്യാണം കഴിക്കാൻ പോകേണ്ട, ഒരു ഷൂ ഇല്ലാതെ എങ്ങനെയാ പോകുന്നത്. അങ്ങനെ ഫുട്പാത്തിൽ ചെന്ന് ഒരു ഷൂ വാങ്ങിച്ചു. എനിക്ക് 200 രൂപയ്ക്ക് ഒരു ഷൂ കിട്ടി. ബാക്കി 150 രൂപയുണ്ട്, മതി. സുഖമായിട്ട് 2 ദിവസം ചെലവ് കുറച്ചുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വീട്ടിൽ ചെല്ലാം എന്നോർത്ത് ഞാൻ ഈ ചേട്ടന്റെ വീട്ടിൽ ചെന്നു. ചേട്ടന്റെ വീട്ടിൽ ചെന്ന് അപ്പച്ചനും അമ്മച്ചിയുണ്ട്, രണ്ടുപേരോടും പറഞ്ഞു ഇന്ന പോലെ കാര്യം പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, മോനെ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവൻ വിട്ടാലേ വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ചേട്ടൻ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങൾ വരത്തില്ല, കാരണം പെന്തക്കോസ്തിൽ നീ പോയി, എന്റെ വലിയ സ്വപ്നമായിരുന്നു നിന്റെ കല്യാണം, നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നീ എന്റെ അവസരങ്ങൾ, എന്റെ അവകാശമെല്ലാം നീ നശിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ വരത്തില്ല, എന്റെ ഭാര്യയും വരത്തില്ല, പിന്നെ അപ്പനും അമ്മയും വരുന്നുണ്ടെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോകും. അപ്പം 10:30ക്കാണ് ട്രെയിന്. അപ്പൊ അവിടെ രാത്രിയിലെ. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, എന്നെ ഒന്ന് സ്റ്റേഷനിൽ കൊണ്ടുവിടാവോ, കാരണം അവിടുന്ന് പിന്നെ ഓട്ടോ കിട്ടത്തില്ല. അപ്പൊ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇച്ചിരി അമർഷമൊക്കെ വെച്ചോണ്ട് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. ട്രെയിൻ വരുന്ന സമയത്തെ ഈ ചേട്ടൻ ഒരു പൊതിയെടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നീ നീ ഞങ്ങളുടെ അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി, എങ്കിലും എന്റെ വീതം ഡ്രസ്സ് വാങ്ങിച്ചു എന്നും പറഞ്ഞ് പൈസ തന്നു. ഞാൻ ട്രെയിനിൽ കയറി നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് 5000 രൂപയുണ്ട്. അപ്പൊ എന്റെ തുടക്കം മുതൽ വിശ്വാസി വന്നപ്പോഴേ ഉള്ളൊരു സ്വഭാവമാണ്, എന്ത് കൈ കിട്ടിയാലും ആദ്യം ദശാംശം എടുത്ത് മാറ്റി വെക്കും, ബാക്കിയേ ചെലവാക്കത്തുള്ളൂ. ഈ 5000 കിട്ടിയ പറഞ്ഞാൽ അതിൽ നിന്ന് 500 എടുത്ത് മാറ്റി വെച്ചൊരു സ്പെഷ്യൽ പേഴ്സിനകത്തൊരു സ്ഥലമുണ്ട്, ദശാംശം വെക്കുന്നത്, അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയും കൊണ്ട് പോവുക. അപ്പം മനസ്സിലായി, കർത്താവ് പാസ്റ്റർ പറഞ്ഞതുപോലെ വഴിയിലൂടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഞാൻ ഇവിടുന്ന് നേരെ നാട്ടിലോട്ട് ചെല്ലുന്നു. നാട്ടിലെ ചങ്ങനാശ്ശേരിയിലെ എൻ്റെ ചേട്ടൻ താമസിക്കുന്ന ചാലച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഈ മൂത്ത ചേട്ടൻ കോൺട്രാക്ടറാണ്. ചങ്ങനാശ്ശേരിയിലെ ആ പെരുന്ന ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ കോൺട്രാക്ട് ചേട്ടനായിരുന്നു, സണ്ണി എന്ന് പറയും, സണ്ണി ജോസഫ്. അപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ഒരു 3 മാസം മുമ്പ് ഞാൻ ഛത്തീസിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ചേട്ടൻ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ ചേട്ടന്റെ വൈഫിനെയും മക്കളെയും മുമ്പിൽ നിർത്തി പറഞ്ഞത്, എനിക്കിങ്ങനെ ഒരു അനിയനില്ല, അതുകൊണ്ട് ഇവനോട് സംസാരിക്കുകയോ ഇനി ഇവനുമായിട്ടൊരു ബന്ധം വെക്കുകയോ ചെയ്യരുത്. എന്നോട് പറഞ്ഞു, നാണമില്ലേടാ നിനക്ക് ഇങ്ങനെ നടക്കാനായിട്ട്, ജോലിയും കളഞ്ഞ് മീശയും പഠിച്ച് നടക്കാൻ, അതുകൊണ്ട് ഇനി എൻ്റെ വീട്ടിലോട്ട് വരരുത് എന്നും പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടതാ. പക്ഷെ പോകാൻ വേറെ ഒരു സ്ഥലവും ഇല്ല, മനസ്സിൽ അങ്ങനെ വന്നത്. അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് ചെന്നു. അപ്പൊ ഞാൻ ഈ പ്രപ്പോസൽ വന്നപ്പം ഞാൻ എൻ്റെ ചേട്ടന്റെ വൈഫിനെ വിളിച്ചായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ചേട്ടന്റെ വിവാഹം നടന്നതും. എൻ്റെ അമ്മയെ പോലെ ഞാൻ സ്നേഹിച്ച എൻ്റെ ചേട്ടന്റെ വൈഫാ, എൻ്റെ അമ്മയെ പോലെ. അതുകൊണ്ട് ഞാൻ ചേച്ചിയോട് വിളിച്ചു പറഞ്ഞാൽ, ചേച്ചി ഇന്ന പോലെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, ഞാൻ പെണ്ണിനെ കണ്ടതാണ് നേരത്തെ, അതുകൊണ്ട് നിങ്ങൾ പോയി നോക്കി ഇഷ്ടം നോക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ചേട്ടന്റെ നല്ല മൂഡിലിരുന്ന സമയത്തെ ചേച്ചി ഈ മക്കളും ചേട്ടനും കൂടെ ഈ പെണ്ണിനെ പോയി പെണ്ണിന്റെ അപ്പൻ്റെ അനിയന്റെ നിൽക്കുന്ന വീട്ടിൽ പോയി കാണുകയും ഇവര് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു. പക്ഷെ എന്നോട് പറഞ്ഞില്ല. ഞാൻ ഈ ചേട്ടൻ വീട്ടിൽ കയറ്റുവോ ഓടിച്ചു വിടുവോ എന്നുള്ള പേടിക്ക് ഞാൻ വീട്ടിലോട്ട് അടുക്കുമ്പോഴത്തേക്കും ഈ ചേട്ടന്റെ മോളെ, അവളെ അന്ന് 10ലാ പഠിക്കുന്നത്, ഇപ്പൊ അവിടെ ന്യൂസിലാൻഡിലാണ്, അവിടെ സെറ്റിലായി. അപ്പം അന്ന് 10ലാ പഠിക്കുന്നത്. അവളെ എന്നെ കണ്ടുകൊണ്ട് അപ്പാപ്പീന്ന് പറഞ്ഞു ഓടി അകത്തോട്ട് പോയിട്ട് വെളിയിലോട്ട് വരുന്നത്, കല്യാണക്കുറി എന്നെ കാണിക്കുക. ഞാൻ അറിയുക പോലും ചെയ്യാതെ എൻ്റെ കല്യാണവും ഫിക്സ് ചെയ്ത് ആ പെണ്ണുമായിട്ട് കല്യാണക്കുറി അടിച്ചു വെച്ചിരിക്കുക ഞാൻ ചെല്ലുമ്പോൾ. അപ്പം അങ്ങനെ ചേട്ടൻ പറഞ്ഞു, നോക്കെ. അപ്പം വൈകുന്നേരം ചേട്ടത്തി പറഞ്ഞു, ഞങ്ങളെല്ലാം നിനക്കൊരു സർപ്രൈസ് തരാൻ വെച്ചിരിക്കുമായിരുന്നു, അതുകൊണ്ട് ഡേറ്റ് തീരുമാനിച്ചു. സെപ്റ്റംബർ 13, 2003 കല്യാണം തീരുമാനിച്ചു. അപ്പൊ അവിടെ വെച്ചാണ്, ഇവിടെ വെച്ചൊന്നും പറ്റത്തില്ല, അവരുടെ ചർച്ചയിൽ വെച്ചെല്ലാം നടന്നോട്ടെ, നമുക്ക് ഇവിടുന്ന് പോകാം. അങ്ങനെ അവൾ കല്യാണവും തീരുമാനിച്ചു. ദൈവത്തിന്റെ കൃപയാലെ വൈകുന്നേരം ചേട്ടൻ വന്നു. അപ്പൊ എനിക്ക് പേടിയുണ്ട്, ഇറക്കി വിട്ട ചേട്ടനാ. പക്ഷെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു, നോക്കേ,
ഇവിടെ നിന്റെ ആൾക്കാരൊക്കെ വന്ന് ഹല്ലേലൂയ സ്തോത്രം ഉറക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ വൈകുന്നേരം ഞാൻ പറഞ്ഞു, വൈകുന്നേരം ഒരു പ്രാർത്ഥന വേണ്ട, വേണ്ട, വൈകിട്ടത്തെ പ്രാർത്ഥനയൊന്നും വേണ്ട, രാവിലെ പോകാൻ നേരം വേണേ അവരെ വിളിച്ചു, എന്നിട്ട് ഇവിടുന്ന് ഒരുങ്ങി അങ്ങ് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ, വേറെ നിവൃത്തിയൊന്നുമില്ല. അങ്ങനെ എന്റെ പാസ്റ്ററിനോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഇന്നോല പറഞ്ഞ പാസ്റ്ററും എല്ലാം തയ്യാറായി. അങ്ങനെ ദൈവത്തിന്റെ കൃപയാലെ ഞാൻ അപ്പം ന്യൂ ഇന്ത്യയിൽ ഒരു പഴയ സ്വരാജ് മസ്തയുടെ പഴയ ഒരു പ്രവർത്തനത്തിന് വേണ്ടി വാങ്ങിച്ച ഒരു വാഹനമുണ്ട്. അപ്പം മറിയമാൻറ്റി പറഞ്ഞു, മോനെ ഈ വണ്ടി ഉണ്ടാ, നിനക്ക് ഇതേൽ എല്ലാവർക്കും കൂടെ അങ്ങ് പോയാൽ മതി, 10-25 പേരല്ലേ ഉള്ളൂ, നമ്മുടെ ചർച്ചയിൽ നിന്നുള്ളവരെല്ലാം കൂടെ കുറച്ച് പേരായിട്ട് പോയി കല്യാണം നടക്കട്ടെ, ഡിമാൻഡ് ഒന്നും പറയണ്ട, ഏതായാലും നിന്റെ കൂടെ നിൽക്കുന്ന ഒരു പെണ്ണല്ലേ, പ്രതികൂലത്തിൽ നിൽക്കുന്നതല്ലേ എന്നൊക്കെ ആന്റിയും പറഞ്ഞു. അങ്ങനെ വിവാഹത്തിന് വേണ്ടി പോകാനായിട്ടെല്ലാം തയ്യാറായി. ദൈവത്തിന്റെ കൃപയാലെ പോകാനായിട്ട് ഞാൻ ഓരോ വീട്ടിലും കല്യാണം വിളിക്കാനായിട്ട് എൻ്റെ വീട്ടുകാരുടെ വീട്ടിൽ പോകും. അപ്പൊ ഞാൻ പോകുമ്പം 2 ആഴ്ച മുമ്പേ എൻ്റെ പപ്പായ അമ്മച്ചീനെയും അച്ചാച്ചനെയും വീട്ടിലോട്ട് വിട്ടു. അപ്പം അച്ചാച്ചൻ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കല്യാണത്തിനുണ്ടല്ലോ എന്ന് വലിയ സന്തോഷത്തിൽ ഞാൻ ഇരിക്കുമ്പം, ഞാൻ എവിടെ കല്യാണം വിളിക്കാനായിട്ട് ഞാൻ പോകുന്നോ ആ വീട്ടിൽ പിറ്റേ ദിവസം എൻ്റെ അപ്പൻ ചെല്ലും. അപ്പൻ ചെന്നിട്ട് പറയും, ഇങ്ങനൊരു മകൻ എനിക്കില്ല, അവന് പെന്തക്കോസിൽ നിന്നാ കല്യാണം കഴിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് സഹകരിക്കത്തില്ല, നിങ്ങൾ വരരുത്. അങ്ങനെ എൻ്റെ കല്യാണത്തിന് വരാൻ ഞാൻ ചെന്ന് വിളിക്കുന്നിടത്തെല്ലാം പിറ്റേ ദിവസം ഈ അപ്പൻ ചെന്നിട്ട് പറയും, കല്യാണത്തിന് വരരുത്, ഇങ്ങനെ ഒരു മകനില്ല. അങ്ങനെ പപ്പായുടെ അനിയന്മാരെ 2 പേര് സഹകരിച്ചില്ല. പിന്നെ എൻ്റെ ചേട്ടന്മാരെ 2 പേരില്ലായിരുന്നു. ഏറ്റവും മൂത്ത ആ ചേട്ടൻ മാത്രം എൻ്റെ കൂടെ സഹകരിച്ചു. എൻ്റെ പെങ്ങന്മാരെ പറഞ്ഞു, അവന് ഏത് രീതിയിൽ പോയാലും അത് ഞങ്ങളുടെ സഹോദരനാവട്ടെ, ഞങ്ങൾ വിവാഹത്തിന് കൂടെ നിൽക്കും എന്ന് പറഞ്ഞ് എൻ്റെ പെങ്ങന്മാര് 2 പേരും, അവർ രണ്ടും കത്തോലിക്കലെങ്കിലും അവരും അളിയന്മാരും എല്ലാം എൻ്റെ കൂടെ കല്യാണത്തിന് സഹകരിച്ചു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ പോയി വിവാഹത്തിന്. അപ്പൊ എൻ്റെ പൈസയൊക്കെ ഓരോ സമയത്തും ദൈവം തരും, എവിടുന്നൊക്കെയോ വിശ്വാസികളും ദൈവമക്കളും ഒക്കെ തന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാനും എൻ്റെ പെങ്ങന്മാർക്ക് പോലും ഡ്രസ്സ് എടുത്തു കൊടുക്കാനൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഏകദേശം ഞങ്ങൾ ഒരു സ്വരാജ് മസ്തയെ പോകാമെന്ന് വിചാരിച്ചിട്ട് 13 വണ്ടി ഉണ്ടായിരുന്നു പോകാനായിട്ട്. വന്നവരെല്ലാം വണ്ടിയുമായിട്ട് വന്ന്, അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ദൈവം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. വിവാഹമെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാനും വൈഫും കൂടെ വരുന്ന സമയത്ത് ചേട്ടന്റെ വീട്ടിലോട്ട് കയറുമ്പോൾ ചെറിയൊരു ഈ വെള്ളം ഒഴുകുന്ന എന്ന് പറയുന്ന തോടുണ്ട്. ആ തോടിന് ക്രോസ് ചേട്ടൻ തന്നെ കോൺക്രീറ്റ് ചെയ്ത ഒരു പാലമുണ്ട്. അപ്പം അവിടെ എൻ്റെ അപ്പൻ മദ്യപിച്ച് ഇങ്ങനെ നിൽക്കുക. കാരണം ഞാൻ എൻ്റെ വൈഫിനെയും കൊണ്ട് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എടി കൊച്ചെ, നിനക്ക് നീന്താൻ അറിയാവോ എന്ന് ചോദിച്ചു. അണ്ണ പറഞ്ഞു, അയ്യോ ഇല്ല, എന്നാ? ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പനാണ് ആ പാലത്തെ നിൽക്കുന്നത്, ആ നിപ്പ് കണ്ടിട്ട് പന്തിയല്ല, കാരണം കൈവരി വെച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ പോയി തള്ളിയാൽ തീർച്ചയായിട്ടും തോട്ടി ഞങ്ങൾ 2 പേരും പോകും. ഞാൻ പറഞ്ഞു, എനിക്ക് നീന്താൻ അറിയാം, ഇത് നിനക്കറിയാവോ എന്ന് ചോദിക്കുമായിരുന്നു, എന്തോ സംഭവിക്കാൻ, എൻ്റെ കയ്യെ മുറുക്കെ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വൈഫും കൂടെ ആ പാലത്തിന്റെ ഇരിക്കലോട്ട് കയറുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ വൈഫിനോട് പറഞ്ഞു, നീ എൻ്റെ കയ്യെ മുറുക്കെ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാലത്തിലോട്ട് കയറി വരുമ്പോ അപ്പൻ ഇങ്ങനെ പിടിച്ച് തള്ളാനായിട്ട് വരികയും, എൻ്റെ പപ്പായുടെ വേറൊരു അനിയന്റെ മോനുണ്ട്, അദ്ദേഹം ഓടി വന്നിട്ട് ഈ പപ്പായെ പിടിച്ച് അച്ചാച്ചനെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് മാറ്റി, എന്നിട്ട് പറഞ്ഞു, നീ വേഗം പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് നേരെ ചേട്ടന്റെ വീട്ടിലോട്ട് കയറി. അങ്ങനെ അവിടെ കുറച്ച് ദിവസം ഞങ്ങൾ നിന്നു. ഒരു ചേട്ടന്റെ വീട്ടിൽ ഒരാഴ്ച, 1-1.5 ആഴ്ചയോളം നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഛത്തീസ്ഗഡിലോട്ട് ഇങ്ങ് പോന്നു. കാരണം ഛത്തീസ്ഗഡിൽ വന്നപ്പോ അന്ന് വരെ മൊബൈൽ ടീമിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം മൊബൈൽ ടീമിൽ താമസിക്കുമ്പം അവിവാഹിതർക്കേ പറ്റത്തുള്ളൂ, വിവാഹിതർക്ക് പറ്റത്തില്ല. അപ്പൊ എവിടെ താമസിക്കുമെന്നോ എവിടെ എങ്ങനെയാണെന്നോ ഒന്നുമില്ല, അറിയത്തില്ല. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, വാ. വൈഫ് ചോദിച്ചു, എങ്ങനാ? ഞാൻ പറഞ്ഞു, വാ, ഏതായാലും പോകാം, എന്തായാലും ദൈവം വഴിയൊരുക്കും. അങ്ങനെ ഞങ്ങള് വരുന്ന സമയത്ത് എൻ്റെ ചേട്ടന്റെ റായ്പൂരി വന്ന് ട്രെയിൻ ഇറങ്ങി ചേട്ടനെയും ചേട്ടത്തിയും ഒക്കെ വൈഫിനെ കാണിക്കാനായിട്ട് അവരുടെ വീട്ടിലോട്ട് ചെന്നു. അപ്പം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചിയും ഉണ്ട്. അപ്പൊ അമ്മച്ചി വേഗം ചേട്ടന്റെ വീട്ടിനകത്തോട്ട് പോയി ഒരു 2 പ്ലേറ്റും 2 ഗ്ലാസും സ്റ്റീലിന്റെ ഗ്ലാസും എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, മോനെ, എനിക്ക് അമ്മച്ചിക്ക് സ്കൂളിലെ സിസ്റ്റേഴ്സിന്റെ സ്കൂളിലെ പിയൂണായിട്ട് ജോലി ഉണ്ടായിരുന്നു, ആഹാരം ഉണ്ടാക്കുകയും സ്കൂളിൽ തൂക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്യുന്ന ജോലി ഉണ്ടായിരുന്നു. അപ്പം ജോലിയിലെ
അമ്മച്ചി പറഞ്ഞത്, മോനെ നിന്റെ ചേട്ടന്മാരൊക്കെ വിവാഹം കഴിച്ച് മാറിയപ്പം അവർക്ക് കൊടുക്കാനായിട്ട് അന്ന് എൻ്റെ കയ്യിൽ ജോലി ഉണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു, പക്ഷെ നിനക്ക് തരാൻ ഒന്നുമില്ല. പക്ഷെ ഈ 2 പ്ലേറ്റും 2 ഗ്ലാസും നിനക്ക് ഇത് ഞാൻ അന്ന് ജോലി ചെയ്ത് വാങ്ങിച്ച് വീട് വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും, ചേട്ടൻ വീട് വിറ്റായിരുന്നു, വീട് വിറ്റ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, ഇത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ആഹാരം ഉണ്ടാക്കാൻ ഒരു പാത്രമില്ല, ഉണ്ടാക്കിയ ആഹാരം എടുത്തു കഴിക്കാനായിട്ടാണ് ഈ പ്ലേറ്റ് ഒക്കെ, പക്ഷെ അത് ഉണ്ടാക്കാൻ പാത്രമില്ല അമ്മച്ചി. അതുകൊണ്ട് അമ്മച്ചി അത് തരുന്ന ദൈവം ഇതും തന്നോളും. പിന്നെ ഞാൻ ഇവിടുന്ന് ഇത് കൊണ്ടുപോകുമ്പോൾ നാളെ പറച്ചിലുണ്ടാകും, ചേട്ടനോ ചേട്ടത്തിയോ നാളെ പറയല്ലേ ഈ അമ്മച്ചിയാണ് ഇതെല്ലാം, അല്ലെങ്കിൽ ഞങ്ങളാ തന്നത്, അതുകൊണ്ട് വേണ്ട, എന്നെ ദൈവം നടത്തി ഇന്ന് വരെ, ഇനിയും നടത്തിക്കോളൂ അമ്മച്ചി എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങി. അപ്പോഴാണ് എൻ്റെ വൈഫ് അറിയുന്നത് എൻ്റെ കയ്യിൽ പാത്രവും ഇല്ല, ഒന്നുമില്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും വൈഫിനോട് പറയുമായിരുന്നു, വിവാഹം ആലോചിച്ചപ്പോഴും പറയുമായിരുന്നു, ഞാൻ വിശ്വാസത്താലാ ജീവിക്കുന്നത്, ഞാൻ ഒരിക്കലും കടം വാങ്ങിക്കത്തില്ല, അതുപോലെ നിനക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ പൈസ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഇല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ അതിനോട് തയ്യാറാണെങ്കിലേ വിവാഹത്തിന് സമ്മതിക്കാവുള്ളൂ എന്ന് ഞാൻ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് അറിയാം ഈ മനുഷ്യൻ വിശ്വാസത്താലാ ജീവിക്കുന്നത്, കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും ദൈവം നടത്തും. അങ്ങനെ എൻ്റെ കൂടെ ഞങ്ങളെ ജഗദൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ അധികാരിയായിരുന്ന പാസ്റ്റർ, അദ്ദേഹം ആ മൊബൈൽ ടീമിനെ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് ഒറീസയിലേക്ക് വിട്ടിട്ട് ഞങ്ങൾക്ക് ആ റൂം തന്നു. അവരുടെ കിച്ചണിലും സാധനങ്ങളും എല്ലാം തന്ന് 2 മാസത്തോളം ഞങ്ങളെ ആ റൂമിൽ താമസിച്ചുകൊണ്ട് അവിടെ നിന്നു. ആ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 2000 രൂപ ന്യൂന്റെ ചർച്ച കൂടി 2 മാസത്തെ സപ്പോർട്ട് 1000 രൂപ വെച്ച് 2000 രൂപ ഞങ്ങൾക്ക് അയച്ചു തന്നു. ആ 2000 രൂപയുമായിട്ട് എൻ്റെ വൈഫുമായിട്ട് പോയി ഒരു മണ്ണെണ്ണയുടെ ഈ ഭക്തിയുടെ ഒരു സ്റ്റൗ വാങ്ങിച്ചു, ഒരു ചീനിച്ചട്ടി വാങ്ങിച്ചു, ഒരു ചായപാത്രം, ചോറുണ്ടാക്കാനായിട്ട് കുഞ്ഞൊരു ചെരുവം, പിന്നെ ഒരു തവി, കാരണം ചോറിനും കറിക്കും കൂടെ ഒരു തവി മതി, അങ്ങനെ പിന്നെ ഒരു കുക്കർ, കാരണം മണ്ണെണ്ണ ലാഭിക്കാൻ ഒരു കുക്കർ ചെറുത്, എല്ലാം കൂടെ വാങ്ങിച്ചു വന്നപ്പോഴത്തേക്കും 2000 രൂപ തീർന്നു. ദശാംശം കൊടുത്ത് ബാക്കി 1800 രൂപ തീർന്നു. അങ്ങനെ ഇത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ വേറെ കാങ്കേർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വേലയ്ക്ക് പോകാനായിട്ട് ഛത്തീസ്ഗഡിൽ ഞങ്ങൾ തീരുമാനിച്ചങ്ങനെ ഇരിക്കുക. അപ്പൊ ഈ പാസ്റ്റർ എനിക്ക് ഒരു 5 കിലോ അരിയും 5 കിലോ ആട്ടയും ഇച്ചിരി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തന്ന് ഞങ്ങളെ ബസ്സേ കയറ്റി വിട്ടു. അങ്ങനെ ഞങ്ങൾ കാങ്കേറി ചെന്നു, അവിടെ വേല തുടങ്ങി. അവിടെ ചെന്ന് ഇങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. ആ സമയത്ത് എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയ സമയത്ത് മിക്കപ്പോഴും 15 ദിവസം കഴിയുമ്പോഴേ ഈ കിട്ടുന്ന 1000 രൂപയിൽ 100 രൂപ ദശാംശം കൊടുത്തിട്ട് 900 രൂപ തീർന്നു പോകും. 15 ദിവസം കഴിയുമ്പോഴേ വീട്ടിൽ അരിയില്ല, തേയിലയില്ല, അല്ലെങ്കിൽ ചായയില്ല, മണ്ണെണ്ണയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും പട്ടിണിയാ. എങ്കിലും വളരെ സന്തോഷമുണ്ട്, കർത്താവിന്റെ വേലയിലാണല്ലോ ദൈവം. അപ്പോഴെപ്പോഴും പറയും, ഏലിയാവിന്റെ ദൈവം കാക്കയെ അയച്ചതുപോലെ നമ്മുടെ ഒരിക്കലും കാക്കയെ അയക്കും. അപ്പം ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ ഒരു മലയാളി പാസ്റ്ററിന്റെ ഒരിക്കലെ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിലേക്ക് ഞാൻ പോവുക, ഞാനും വൈഫും കൂടെ പോകുന്ന സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് അജി ആന്റണി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ശുശ്രൂഷിച്ചത്. അപ്പം അദ്ദേഹം അവിടെ വന്നു, പുള്ളിക്കാരന് കൊടുക്കാനായിട്ട് നാട്ടിൽ നിന്ന് വന്ന ദൈവദാസന നമ്മുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ വന്ന് എന്തെങ്കിലും കൊടുക്കണം. അന്നേരം വൈഫ് ഒരു കുടുക്ക വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് 14 രൂപയാണ്, 1 രൂപ 2 രൂപ വെച്ചുള്ള 14 രൂപ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് അതുമായിട്ടാണ് പോയത്, ദൈവദാസന് സ്വത്രാഴ്ച കൊടുക്കാനായിട്ട് പോയത്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞു. ഞങ്ങള് അദ്ദേഹത്തിന് സ്തോത്രാഴ്ച കൊടുത്താൽ പറഞ്ഞു, വേണ്ടച്ചാ ഞാൻ ഇവിടെ വന്ന് എനിക്ക് പോകാൻ വരാനും എല്ലാ വണ്ടിക്കൂലി എല്ലാം മാസ്റ്റർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞ അല്ല, ഇത് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പൊതി തൊട്ടപ്പം അദ്ദേഹത്തിന് മനസ്സിലായി. പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ ചാടി പിടിച്ചിട്ട് പറഞ്ഞു, ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞ് എന്നെ കെട്ടി അങ്ങോട്ട് പിടിച്ചേച്ചു ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ അവിടുത്തെ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് ഇവിടുന്ന് ചോറുണ്ടിട്ട് പോകും. അപ്പം ആദ്യമായിട്ട് ആ പാസ്റ്റർ, ഞങ്ങൾ അവിടെ ചെന്നിട്ട് മലയാളി പാസ്റ്ററിന്റെ വീട്ടിൽ ആദ്യമായിട്ട് ഞങ്ങൾ പോവാം. അപ്പം ഇന്ന് ഇവിടുന്ന് ചോറുണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഏകദേശം ഞങ്ങൾ 3 മാസമായി അവിടെ, 3 മാസത്തോളം ആയി അവിടെ ഞങ്ങൾ ആയിരിക്കുന്നത്. അപ്പം ചോറ് വെച്ചപ്പോഴത്തേക്കും ചിക്കന്റെ കറി
ഈ ഉണ്ട് അവിടെ. അപ്പം ചിക്കൻ കറി തന്നപ്പോ എന്നോട് പറഞ്ഞ് 9:30 ആയില്ലേ, നിങ്ങൾ ഇനി 2 കിലോമീറ്ററോളം നടന്ന് പോകണ്ടേ, അതുകൊണ്ട് വേഗം ഇവരുടെ കൂടെ ഇരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞ് എന്റെ വൈഫിനോടും പറഞ്ഞ് സിസ്റ്ററും കൂടി ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ആഹാരം തരുന്ന സമയത്ത് എന്റെ തൊട്ടിങ്ങപ്പുറത്തിരിക്കുന്ന എന്റെ വൈഫ് 2 3 4 ചിക്കന്റെ കഷ്ണം എടുത്ത് പാത്രത്തിലോട്ട് ഇടുക. ഞാൻ ഉടനെ ഇങ്ങനെ കൈകൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു, ഇടി കൊച്ച ഇച്ചിരി എടുക്കേ, എല്ലാരും കാണത്തില്ലേ. ഉടനെ അമ്മാരപ്പോഴവള് പറയുന്നേ, ഞാൻ 3 മാസം ചിക്കൻ കറി കൂട്ടാനായിട്ട് പ്രഗ്നന്റ് ആയിരുന്ന സമയത്താ. അപ്പം ഇപ്പം 3 4 മാസമായി. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ 3 മാസമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, എനിക്ക് എന്റെ കർത്താവ് തന്നതാ, അതുകൊണ്ട് ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ടേ പോകുന്നുള്ളെന്നും പറഞ്ഞ് ഒരു നാണവും ഇല്ലാതെ ആ കറിയൊക്കെ എടുത്ത് കഴിച്ച്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ ഭാര്യയ്ക്ക് ചിക്കൻ കറി കൂട്ടാൻ കൊതിയുണ്ടായിരുന്നെന്നും എന്നോട് പറയാതിരുന്നത് എന്റെ ഈ പൈസ ഇല്ലാഞ്ഞത് കൊണ്ടുമാണ്. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടെ ഊണൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം വിശ്വാസികളൊക്കെ ഞങ്ങളുടെ അവിടെ ഇങ്ങനെ കൂടാൻ തുടങ്ങി. ഒരു 7 8 വിശ്വാസികളായി. അപ്പം അവിടെ ഒരു ഭ്രാന്തനായിട്ട് നടന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം സ്കൂളിലെ ടീച്ചറായിരുന്നു. അദ്ദേഹത്തിന് ഭ്രാന്തായി പോയി. അങ്ങനെ ഭ്രാന്തനായിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ബസ് സ്റ്റാൻഡിലൊക്കെ പോയി ഈ ആഹാരം വേസ്റ്റ് ഈ ഓടയിലൂടെ വരുന്ന വേസ്റ്റ് ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുടിയൊക്കെ വളർന്നിങ്ങനെ വികൃതമായി ഇരിക്കുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീടാണ് ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഒരു മുറി തന്നത്. അത് മണ്ണിന്റെ പെരയാണ്. അപ്പൊ ഞാൻ നേരെ കിടന്നു കഴിഞ്ഞാല് എന്റെ തല ഇങ്ങേ ഭിത്തി മുട്ടും, കാലങ്ങേ ഭിത്തിയിലും മുട്ടും. അത്രയേ ഉള്ളൂ. ചെറിയ 5 5 5.5 അടിയേ കാണത്തുള്ള മുറി. അപ്പം ഒരു മൂലയ്ക്ക് ചെറിയൊരു ഈ വിറക് കത്തിക്കാനായിട്ടുള്ള ഒരു ചൂളയുണ്ട്. അപ്പം മണ്ണെണ്ണ തീർന്നു കഴിഞ്ഞാൽ അവരുടെ തന്നെ പറമ്പിൽ നിന്ന് 1 2 വിറകും കഷ്ണമൊക്കെ പെറുക്കിയെടുത്ത് ഞങ്ങൾ ചായയൊക്കെ അനത്തി കുടിച്ചിട്ട് വൈകിട്ട് കിടക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാം വെള്ളം ഒഴിച്ച് നല്ലപോലെ മെഴുകും. കാരണം തീപ്പൊരിയോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾക്ക് കസേരയോ ഒന്നുമില്ല, ഒരു പ്ലാസ്റ്റിക്കിന്റെ പായേ ഉള്ളൂ. പ്ലാസ്റ്റിക് തീ പിടിച്ചാൽ പിന്നെ ഇതാകും. അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ആ വീട്ടിലെ ഈ അച്ചായനെ ചിലപ്പോൾ ആൾക്കാരെല്ലാം കൂടെ പിടിച്ചുകൊണ്ട്, ഈ ഗുരുജിയെ പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് കെട്ടിയിടും. അപ്പൊ ഇത് കണ്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ അങ്ങ് ഇദ്ദേഹത്തിന് ഒരു വിടുതൽ നൽകണമേ. അന്നേരം ഒരു ഹിന്ദിക്കാരൻ, ഒരു മോഹൻ എന്ന് പറഞ്ഞ ഒരു സഹോദരനും അവിടെ വേലയ്ക്ക് വന്നു. അദ്ദേഹവും ഞാനും ഉണ്ട്. പിന്നെ ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ അത്ഭുതം, ആ മകന് ദൈവം പൂർണ്ണ സൗഖ്യം നൽകി. അദ്ദേഹത്തെ പിന്നെ ഗോവ ബൈബിൾ സ്കൂളിൽ, ന്യൂ ഇന്ത്യയുടെ ബൈബിൾ സ്കൂളിൽ വിട്ടു. 1 കൊല്ലത്തോളം അവിടെ നിന്നു. അങ്ങനെ പുള്ളിക്കാരൻ പിന്നെ തിരിച്ചു വന്നു. അങ്ങനെ അതോടുകൂടെ അവിടെ അനേകർ യേശുവിൽ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വരാൻ തുടങ്ങി. പല പ്രശ്നങ്ങളുള്ളവരെ, പ്രതികൂലങ്ങളുള്ളവരെ അവിടെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് ഒരനുഭവങ്ങളും ഇല്ല. ബൈബിൾ സ്കൂളിലെ കുറെ കാര്യങ്ങൾ അറിഞ്ഞെന്നല്ലാതെ ശരിക്കൊന്ന് പ്രസംഗിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും അറിയത്തില്ല. അപ്പോഴാണ് പലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഭൂതം വെളിപ്പെടാൻ തുടങ്ങി. അപ്പം എന്നാ ചെയ്യണമെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ഇങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. അതിനോട് പറയും, ഇറങ്ങിപ്പോ, യേശുനാമത്തിൽ വിട്ടുപോ എന്നൊക്കെ പറയാൻ തുടങ്ങും. അങ്ങനെ ശുശ്രൂഷകൾ ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങി. അനേകർ കേട്ടറിഞ്ഞ് അവിടെ വലിയൊരു കൂട്ടം വരാൻ തുടങ്ങി. അപ്പം സ്വോത്രകാഴ്ച എടുക്കാൻ തുടങ്ങി. ഒരു ദിവസം ഏകദേശം 7 രൂപ സ്വോത്രകാഴ്ച കിട്ടി. ആ സ്വോത്രകാഴ്ച കിട്ടി. ഞായറാഴ്ചയാണ് നമ്മുടെ ബജാറ് മാർക്കറ്റ് ഉള്ളത്. അപ്പം വീട്ടിൽ സാധനങ്ങളൊക്കെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് 7 രൂപയും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കൂടുമായിട്ട് ഞാൻ പോകുമ്പോൾ വൈഫ് പറഞ്ഞു, ഇച്ചിരി ടൊമാറ്റർ വാങ്ങിക്കണം, തക്കാളിക്ക വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ശരി, 7 രൂപ ഉണ്ടല്ലോ, തക്കാളിക്കായ്ക്ക് മതി, അന്നൊക്കെ വളരെ വില കുറവാണ്. അപ്പം അങ്ങനെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞ്, കിട്ടുവാണെങ്കിൽ ഇച്ചിരി മീനൂടെ വാങ്ങിച്ചോണമെന്ന് പറഞ്ഞ്. ആ പടി 7 രൂപയുണ്ട്, മീനും വേണം, തക്കാളിക്കയും വേണം. കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോയി. ആ മാർക്കറ്റിൽ പോയി ഞാൻ അവിടെ നിന്നു. ആദ്യം ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഒരു അമ്മച്ചിയെ കണ്ട്, തക്കാളിക്ക ഇങ്ങനെ കൂട്ടം ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന ഒരിടത്ത് ചെന്ന് അമ്മച്ചിയോട് പറഞ്ഞ, അമ്മച്ചി എനിക്ക് 2 രൂപയുടെ തക്കാളിക്ക തരണമെന്ന് പറഞ്ഞു. അന്ന് നല്ല വിലയുണ്ട്, 20 രൂപയോളം ഒക്കെ അന്ന് വിലയുണ്ട്, നല്ല വിലയുള്ള സമയമാണ്. എന്നിട്ട് അമ്മച്ചി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, 2 രൂപ വാങ്ങിച്ചിട്ട് ഒരു 3 4 തക്കാളിക്ക
വാങ്ങിക്കാൻ എനിക്ക് എടുത്തു തന്നു. ബാക്കി 5 രൂപയുണ്ട്, 5 രൂപയ്ക്ക് മീൻ വാങ്ങിക്കാം. അന്ന് കിലോയ്ക്ക് 60 രൂപ 70 രൂപയൊക്കെ കിലോ മീന് വില ഉണ്ട് അന്ന്. അപ്പം ഞാൻ ആ മീൻകാരൻ്റെ അവിടെ ചെന്നിട്ട് ഒരുത്തനെ ഇങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ ഇദ്ദേഹത്തോട് ചെന്ന് മീൻ ചോദിക്കുമ്പോൾ 5 രൂപയുടെ മീൻ ചോദിക്കുമ്പോൾ 2 കഷ്ണം മീൻ അവൻ എനിക്ക് തരാൻ സഹായിക്കണേ എന്നും പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചു. അപ്പൊ ഇവന്റെ എനിക്ക് പോകാമെന്ന് നോക്കുന്ന സമയത്ത് ആൾക്കാർ വരും. അപ്പൊ ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് ചോദിച്ചേക്കും പറ്റും പറഞ്ഞാലോ എന്നോർത്ത് ആള് കുറയുന്ന സമയം നോക്കി നിന്ന് ഏകദേശം ഇരുട്ടുന്ന സമയമായപ്പം ആൾക്കാരെല്ലാം വരവ് നിന്നു. അപ്പൊ ഇവൻ അന്ന് നിർത്താവുന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞ്, ഭയ്യ, എൻ്റെ കയ്യിൽ 5 രൂപയുണ്ട്, എനിക്ക് 2 കഷ്ണം മീൻ തരാവോ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ്, കൂടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കൂടുണ്ട്. ഉടനെ അവൻ 2 പിടി ഈ തിലോപ്പിയായുടെ 2 പിടി മീൻ എനിക്ക് എടുത്തിട്ട് തന്നു. ഞാൻ പറഞ്ഞു, ഭയ്യ, ഇത് ഒത്തിരി ഇല്ലേ, കൊണ്ടുപോയി കഴിക്കേ എന്നും പറഞ്ഞ് ഉള്ളത് തരാൻ പറഞ്ഞു. ഞാൻ 5 രൂപ കൊടുത്തു. ഞാൻ വീട്ടിൽ ചെന്ന് എണ്ണി നോക്കുമ്പോൾ 22 മീനുണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തെ പെട്ടെന്ന് എൻ്റെ വൈഫ് പറഞ്ഞു, കർത്താവേ, ഈ വയറും വെച്ചുകൊണ്ട് താഴെ ഇരിക്കാൻ വയ്യ കർത്താവ്. അപ്പം ഒരു ചോറുണ്ടാക്കുന്ന പാത്രം കമത്തി വെച്ചിട്ട് അതിന്റെ പുറത്തായിരുന്നു മീൻ വെട്ടുന്ന പുള്ളിക്കാരി. അപ്പം പുള്ളിക്കാരിയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാനും പോയിരുന്നു വെട്ടുക. ഞങ്ങൾ രണ്ടും കൂടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഇങ്ങനെ കതകിന് മുട്ടി ഉടനെ ഞാൻ വെടി വെച്ച് ആരാണ്ട് വിശ്വാസികൾ വന്നു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, നീ നോക്ക, ഞാൻ പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞു വേഗം ഞാൻ കൈ കഴുകി. അപ്പം ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, കർത്താവേ, എനിക്ക് താഴെ ഇരിക്കാൻ വയ്യ, എനിക്കൊരു കസേര തരാൻ ഞാൻ പ്രാർത്ഥിച്ച്, നീ എനിക്ക് കസേര തന്നില്ലെങ്കിലും ഒരു സ്റ്റൂളേലും തരണേ കർത്താവേ ഇരിക്കാൻ എന്നിങ്ങനെ പറയുകയും കതകിനിട്ട് മുട്ടുകയും കൂടാ. പറഞ്ഞ ഞാൻ കൈ കഴുകി ഓടിച്ചെന്ന് കതക് തുറക്കുമ്പം ഒരു പാസ്റ്ററിന്റെ ഒരു ഭാര്യ, മലയാളി പാസ്റ്ററും ഭാര്യയും കൂടെ വന്നിരിക്കുക. 3 കസേരയും ഒരു ടീ ടേബിളുമായിട്ടാ വന്നത്. ഞാൻ ഉടനെ കരഞ്ഞോണ്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു, എടി കൊച്ചേ, നീ ഒരു സ്റ്റൂളല്ലേ ചോദിച്ചത്, എന്നാ ദൈവം കസേരയും ടീ ടേബിളും ആയിട്ടാടി അയച്ചിരിക്കുന്നത് തന്റെ ദൂതന്മാരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളല്ലോ അപ്പോഴേ ഞങ്ങളുടെ സാക്ഷ്യം പറഞ്ഞു അവരോട്. അവർക്കും 2 പേർക്കും സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളോടും 2 ആഴ്ചയായിട്ട് ഞങ്ങൾക്ക് ദൈവം പ്രേരണ തരുക കൊണ്ടുവന്ന് തരാൻ, പക്ഷെ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അയ്യോ, അപ്പം ദൈവം ഞങ്ങളെ എന്തുമാത്രം പ്രേരിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് തന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് അങ്ങനെ അവര് തിരിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ വേല തുടങ്ങി. ഇങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങി, കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങിയപ്പം പ്രതികൂലമായി. അപ്പം എൻ്റെ വൈഫിന്റെ പ്രസവത്തിന്റെ ടൈമൊക്കെ ആയി. അപ്പം നാട്ടിലെ ചർച്ചുകാർ പറഞ്ഞു, ഞങ്ങളാണ് വിവാഹം നടത്തിയത്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ പ്രസവവും കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ വരണം എന്ന് കൂടെ നിർബന്ധിച്ചത് മൂലം ഞങ്ങൾ നാട്ടിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ട് പോകുക. അപ്പം വൈഫിനെ കൊണ്ടുവന്ന് ഈ വൈഫിന്റെ പപ്പായുടെ അനിയന്റെ വീട്ടിലാ ചെന്നു. അദ്ദേഹം പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലും അദ്ദേഹവും ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, വിശ്വാസത്താലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അങ്ങനെ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥ. അപ്പൊ ഈ ദൈവദാസനും അവരുടെ സഭയിലെ പാസ്റ്ററും വിശ്വാസികളുമായിട്ട് എന്തോ പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യർ തിരിഞ്ഞു പോലും നോക്കാനില്ല. അങ്ങനെ ലാസ്റ്റ് ഇവർക്ക് പെയിനായി. അപ്പം ഈ ദേവദാസൻ പഠിക്കാനായിട്ട് ബൈബിൾ സ്കൂളിൽ പോയിരിക്കുവാണ്. ഞാനുണ്ട്, ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. എൻ്റെ 350 രൂപയുണ്ട്. അപ്പൊ ഞാൻ കടം വാങ്ങിക്കത്തില്ല, ആരോടും ചോദിക്കത്തുമില്ല. ദൈവകൃപയിൽ ഇങ്ങനെ ദൈവം നിർത്തിയിരിക്കുക. അപ്പം അവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോ പിടിച്ച് പോകണമെന്നുണ്ടെങ്കിലും പൈസ വേണം. 350 രൂപയേ ഉള്ളൂ. അവിടെ ജീപ്പാ, ആ മലമ്പ്രദേശമായതുകൊണ്ട് ജീപ്പാണ്. ജീപ്പിന് എങ്ങനാണേലും 450 രൂപയോളം ആകുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പപ്പായുടെ അനിയന്റെ മോനൊരു ബൈക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ബൈക്കേലെ ഇവളെയും വെച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് അവര് കുറെ നേരം നോക്കിയിട്ട് പറഞ്ഞ് സിസേറിയനെ ആകത്തുള്ളൂ, കാരണം കുഞ്ഞിന്റെ കഴുത്തേൽ ഇത് ഫസായിച്ച് കിടക്കുവാണ്, അതുകൊണ്ട് സിസേറിയൻ ചെയ്യണം. അപ്പം ആകപ്പാടെ 350 രൂപയുണ്ട്. ഒരു മനുഷ്യര് കൂടെ ഇല്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ചർച്ചക്കാരും ആരും വരുന്നില്ല. വാക്ക് പറഞ്ഞവരെല്ലാം മാറി. അവരോടൊക്കെ എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോഴെല്ലാം ദൈവം പറഞ്ഞില്ല, ഈ ഒറ്റ
ഒറ്റപ്പെടുത്തുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നെ നിർത്തുന്നത് നിന്റെ വിശ്വാസം വർദ്ധിക്കാനും ദൈവം ചില അത്ഭുതങ്ങളിലൂടെ നിന്നെ നടത്താനും നാളെ ജീവനുള്ള സാക്ഷിയായി നിന്നെ നിർത്താനുമാ. അതുകൊണ്ട് ആരോടും പിറുപിറുക്കണ്ട, ആരോടും പിണക്കം തോന്നണ്ട. ദൈവപ്രവൃത്തി കണ്ടോളാൻ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ദൈവശബ്ദം കേൾക്കുന്ന അനുസരിച്ച് നിൽക്കാൻ തുടങ്ങി. അവര് വന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. അതൊരു ഹിന്ദുക്കളുടെ ഒരു ഹോസ്പിറ്റലാണ് പൊൻകുന്നത്തെ. അപ്പം അവര് പറഞ്ഞു ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഒരു ലിസ്റ്റ് തന്നു. ഞാൻ ആ ലിസ്റ്റുമായിട്ട് ഫാർമസിയിൽ പോയി, ലെവർ റൂമിൽ നിന്ന് ഫാർമസിയിൽ പോയി. ഫാർമസിയിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ച് ചേച്ചി ഇതിന് എത്ര രൂപയാകുമെന്ന് പറ. അവര് നോക്കിയിട്ട് പറഞ്ഞു ഏകദേശം 960 രൂപയോളം ആകുമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ആ ലിസ്റ്റിങ് വാങ്ങിച്ചിട്ട് വെളിയിൽ അവിടുന്ന് ഫാർമസിയുടെ വെളിയിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, കഴിഞ്ഞ നാളുകളിലൊക്കെ അങ്ങ് കാക്കയെ സമയത്തയച്ച് ഞങ്ങളെ നിർത്തിയതാ. ഞാൻ ആരുടെയും മുമ്പിൽ കൈ നീട്ടാൻ ഇന്ന് വരെ നീ അനുവദിച്ചില്ല. അങ്ങ് പറഞ്ഞതാ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. മുഖം ലജ്ജിച്ചു പോകാൻ സമ്മതിക്കത്തില്ല. ഞാൻ നോട്ടം അങ്ങിൽ തന്നെ വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം നടത്തിയ വഴികളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർത്തു. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ പല ദേവദാസന്മാരെന്നോട് പറഞ്ഞു, നിന്റെ തീരുമാനമൊക്കെ നല്ലതാ, പക്ഷെ ഒറ്റയ്ക്കാകുമ്പം ഈ തീരുമാനത്തിലൊക്കെ നിൽക്കാം, കടം വാങ്ങിക്കാതെ. എന്ന് നിന്റെ വിവാഹം കഴിയുന്നോ, നിനക്ക് കുഞ്ഞുങ്ങളാകുന്നോ, ആവശ്യങ്ങൾ വരുമ്പോ നീ തീർച്ചയായിട്ടും കടം വാങ്ങിക്കേണ്ടി വരും. അല്പോ സ്വല്പോ ഒക്കെ ചെയ്യേണ്ടി വരും. നീ നോക്കിക്കോ. അപ്പൊ ഇതെല്ലാം എനിക്ക് ഓർമ്മ വരാൻ തുടങ്ങി. അവിടെ നിന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴും അങ്ങ എന്റെ ദൈവം. ഞങ്ങളെ രണ്ടുപേരും ചേർത്തതും അങ്ങ്, ഈ മൂന്നാമത്തെ കുഞ്ഞിനെ തരുന്നതും അങ്ങ് വിശ്വസ്തനാ. അങ്ങേക്ക് ഒന്നിനും കുറവില്ല. അങ്ങ് തരുന്ന ദൈവമാ. ഇന്ന് വരെ നടത്തി, ഇനി നടത്തണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ മറ്റുള്ളവരുടെ വാക്കുകൾ സംശയം ഉണ്ടാക്കുന്നുണ്ട്. അവരോട് ചോദിച്ചാലോ ഇവരോട് ചോദിച്ചാലോ എന്നുള്ള ചിന്ത വരുന്നുണ്ട്. അപ്പോഴില്ല, ഞാൻ നോട്ടം മാറ്റത്തില്ല, ഞാനൊരു മനുഷ്യനെ ആശ്രയിക്കത്തില്ല, എന്റെ ദൈവം വിശ്വസ്തനാ, ഇന്ന് വരെ നടത്തി എന്ന് പറഞ്ഞ് അവിടെ വീണ്ടും വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് നടത്തിയ വഴികളെ കുറിച്ച് ചിന്തിച്ച് അവിടെ ഏകദേശം അരമണിക്കൂറോളം നിന്നു. അപ്പോഴാണ് ഈ എൻ്റെ പപ്പായുടെ അനിയന്റെ മന ബൈക്ക് തന്നെ അവൻ വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നേ, ഡെലിവറി വല്ലതും? ഞാൻ പറഞ്ഞില്ല, അവള് ലേബർ റൂമിലാ, ഞാൻ കുറച്ച് മരുന്ന് വാങ്ങിക്കാൻ വന്നതാ. അപ്പൊ ഇവൻ അറിയാം ഞാൻ കടം വാങ്ങിക്കത്തില്ലെന്ന്. ഇവൻ ഉടനെ പറഞ്ഞു, എന്നിട്ട് മരുന്ന് തന്നെ വാങ്ങിക്കാതെ? ഞാൻ പറഞ്ഞു വാങ്ങിക്കണം, നിൽക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ പരിങ്ങി നിന്നപ്പോ അവന് മനസ്സിലായി ഇവൻ എൻ്റെ ലിസ്റ്റിങ് വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, കയ്യിൽ എത്ര രൂപ ഉണ്ട്, ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. ഉടനെ ഞാൻ എൻ്റെ കയ്യിലുള്ള 350 രൂപ എടുത്ത് കൊടുത്തു. ഉടനെ ഇവൻ ഓടിച്ചെന്ന് അവിടുന്ന് മരുന്ന് വാങ്ങിച്ചു. എന്നിട്ട് എന്നെ കുറെ പള്ളെല്ലാം പറഞ്ഞ് വലിയ ആദർശധീരന വിശ്വാസത്തിൽ ജീവിക്കുക. പുള്ളിക്ക് ഒരു ഫോൺ എന്നോട് ചെയ്യാൻ വയ്യ, ആരോടെങ്കിലും ചോദിച്ചാൽ തരത്തില്ലേ, എൻ്റെ ചേട്ടത്തിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കണ്ടോണം, നിങ്ങളെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി എല്ലാം പള്ളു പറഞ്ഞ് ഞാൻ എല്ലാം കേട്ടോണ്ട്, കർത്താവേ, നീ സമയത്ത് കാക്കയെ അയച്ചല്ലോ, സ്വത്രം എന്ന് പറഞ്ഞ് ഞാൻ ഇവന്റെ പുറകെ ലേബർ റൂമിലോട്ട് ഈ മരുന്നും വാങ്ങിച്ച് ഇവൻ എന്നെ പള്ളും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു പോവാ. ഉടനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മരുന്ന് കൊടുക്കാനായിട്ട് ലേബർ റൂമിൽ മുട്ടിയപ്പോഴത്തേക്കും ആ ഒരു വണ്ണമുള്ള ഒരു തടിച്ച ഒരു നേഴ്സ് ഉണ്ട്. അവര് വെളിയിലോട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, നിങ്ങൾ എന്തൊരു സാധനമാ, ഞങ്ങൾ ഓർത്ത് നിങ്ങളുടെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഓടിപ്പോയെന്നാ ഞങ്ങൾ ഓർത്തത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കൊച്ചിനെ രക്ഷിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് അറിയത്തില്ല, തള്ളയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് അവരും കുറെ വഴക്കെല്ലാം പറഞ്ഞിട്ട് ലേബർ റൂം അടച്ചകത്തോട്ട് പോയി. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് ജീവനുള്ള ദൈവം, അങ്ങ് തന്നതൊക്കെ നല്ലതാ, ഭാര്യയെ നല്ലതാ, കുഞ്ഞും നല്ലതായിട്ട് തന്നെ നീ തരും എന്ന് പറഞ്ഞ് അവിടെ ദൈവത്തെ തന്നെ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ് അവിടെ നിൽക്കാൻ ദൈവം സഹായിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവര് ലേബർ റൂം തുറന്നിട്ട് പറഞ്ഞ്, ഒരു ആൺകുഞ്ഞ് ആയി, കുഞ്ഞിന്റെ തലയ്ക്ക് ഇച്ചിരി വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ, ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് അവിടെ നടത്തി. ഉടനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആ നേഴ്സ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെയൊക്കെ കൊണ്ട് തന്നു. അതിനുശേഷം പറഞ്ഞു, 5000 രൂപ കൊണ്ട് അടച്ചേക്കാൻ പറഞ്ഞു. 1 രൂപ കയ്യിലില്ല. അപ്പോഴാണ് ഇവര് വന്നിട്ട് പറയുന്ന 5000 രൂപ അടയ്ക്കാൻ. ഉടനെ ഈ അനിയനും അപ്പോഴത്തേക്കും തിരിച്ചും പോയായിരുന്നു. അപ്പൊ ഞാനും ഈ കുഞ്ഞും എൻ്റെ വൈഫും മാത്രമുണ്ട് റൂമില്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പം പിന്നെ ഞാൻ വിളിച്ചായിരുന്നു, എൻ്റെ പെങ്ങളെ വിളിച്ചായിരുന്നു. മൂത്ത പെങ്ങൾ ആലപ്പുഴയിലുണ്ട്. പെങ്ങൾ അപ്പോഴത്തേക്ക് വന്നു. പിന്നെ എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിയും പെങ്ങൾ വന്നായിരുന്നു. അമ്മച്ചിയുണ്ട്.
അങ്ങനെ റൂമിലുണ്ട്. അപ്പം അവരും മൂത്ത പെങ്ങള് പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യാം, എന്റെ കമ്മലോ അല്ലെങ്കിൽ വളയോ മാലയോ എന്തെങ്കിലും ഞാൻ നിനക്ക് തരാം, നീ കൊണ്ട് പണയം വെച്ചിട്ട് ആ പൈസ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പെങ്ങളോട് പറഞ്ഞു, പെങ്ങളെ ചേച്ചി, ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന മനുഷ്യനെ ഞാൻ കടം വാങ്ങിക്കത്തില്ല. എന്നെ ഇത്രയും ദൈവം നടത്തി, അതുകൊണ്ട് ഇതും ദൈവം നടത്തും. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സ്വർണവും വേണ്ട, ഒന്നും വേണ്ട, ദൈവം നടത്തും ചേച്ചി എന്ന് പറഞ്ഞ് നിന്നു. അപ്പോഴത്തേക്ക് കുഞ്ഞായ വിവരം ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ന്യൂന്ത്യയുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ മിഷൻ ഡയറക്ടറെ തമ്പിച്ചായന്റെ മൂത്ത മോൻ ബിജുചായന. അപ്പൊ ബിജുചായനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബിജുചായനെ പോലെ ദൈവം ഒരു കുഞ്ഞിനെ തന്നു, മോനാണ് പറഞ്ഞു, എടാ കുഞ്ഞ്, നീ എവിടെ, ഏത് ഹോസ്പിറ്റലിലാ? ഞാൻ പറഞ്ഞു, ഇന്ന പൊൻകുന്നത്തെ ഇന്ന ഹോസ്പിറ്റൽ. എടാ പ്രൈവറ്റ് ആണല്ലോ, നിന്റെ പൈസയൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞ ദൈവം നടത്തുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു, നീ വീട് വരെ ഒന്ന് ചെല്ലണം, അമ്മേനെ ഒന്ന് കാണണം, പറ്റുമെങ്കിൽ ഇപ്പം തന്നെ പോ, ആരെങ്കിലും ഉണ്ടോ നിന്റെ കൂടെ? ഞാൻ പറഞ്ഞു, ഇന്നപോലെ ചേച്ചി അമ്മച്ചിയും വന്നിട്ടുണ്ട്, എന്നാൽ അവരെ ആക്കിയിട്ട് നീ വീട് വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഈ അനിയൻ തന്ന ബൈക്കേലെ ഞാൻ പൊൻകുന്നത്ത് നിന്ന് ചിങ്ങവനത്തിൽ ചെന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മറിയമ്മാൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിനക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നല്ലോ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മറിയമ്മാൻറ്റി എൻ്റെ കയ്യിൽ ഒരു പൊതി തന്നു. ഞാൻ തിരിച്ച് ബൈക്ക് എടുക്കാൻ നേരം ആകാംക്ഷ കൊണ്ട് ഞാൻ തുറന്നു നോക്കിയപ്പം 50 രൂപയുടെ 5000ന്റെ ഒരു കെട്ട. ആ ആന്റി പോലും അറിഞ്ഞില്ല, ഞാൻ ബീച്ചാനോട് പറഞ്ഞിട്ടുമില്ല അവിടെ അടയ്ക്കേണ്ട 5000 ആണ്. ഞാൻ ഈ പൈസ ഞാൻ തോന്നുന്നു, ദൈവമേ, നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഓരോ ആവശ്യങ്ങളും അറിഞ്ഞ് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അവന്റെ തിരുമുഖത്ത് നോക്കിയവർ ലജ്ജിച്ചു പോകത്തില്ല. ആ ഹിന്ദുക്കളുടെ ഹോസ്പിറ്റലാ. ഞാൻ കൊടുത്തില്ല പറയും, പാസ്റ്റർ കണ്ടോ അവരാ തന്നില്ല എന്നൊക്കെ. അപ്പൊ അവരുടെ ഒന്നും മുമ്പിൽ അനുവദിച്ചില്ല. പക്ഷെ സാഹചര്യം വന്നു, ലജ്ജിക്കേണ്ടത് സാഹചര്യം വന്നു, ടെംപ്റ്റേഷൻ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലിക്കുന്ന അനുഭവം വന്നു. എന്നാൽ ദൈവമുഖത്ത് തന്നെ നോക്കി നിൽക്കാൻ ദൈവം കൃപ തന്നത് കൊണ്ട്, നോക്കിയത് കൊണ്ട് ലജ്ജിക്കാൻ ഇട വന്നില്ല. ആ കറക്റ്റ് 5000 രൂപ ഞാൻ അതുമായിട്ട് വളരെ സന്തോഷത്തോടെ പാട്ടൊക്കെ പാടിയ, ചെറിയ മഴയൊക്കെ ഉണ്ട് എങ്കിലും മഴയൊന്നുമില്ല, ഭയങ്കര സന്തോഷമാണ്. പാട്ടൊക്കെ പാടി ബൈക്ക് അവിടെ ചെന്നു ഈ 5000 രൂപ കൊണ്ട് കൊടുക്കുക. ഉടനെ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അച്ഛനെ വിശ്വാസമാ, അച്ഛൻ്റെ ഒരു കാര്യം ചെയ്താൽ മതി. അപ്പൊ ആ സിസ്റ്റർ എന്നെ അച്ഛാന്നാ വിളിക്കുന്നത്, എന്നാന്നറിയില്ല. അച്ഛനൊരു കാര്യം ചെയ്താൽ മതി, ഒരു 14,000 രൂപ റെഡിയാക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ 5000 കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് 14,000 രൂപയും കൂടെ വേണം. അപ്പം എന്റെ പെങ്ങൾ എന്റെ അരിക്കിരിക്കണം, മോനെ 14 എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, 5 തന്ന ദൈവം 14 തരും ചേച്ചി. ചേച്ചി കണ്ടോ, ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാ. അത് ഞങ്ങൾ അതുകൊണ്ട് ഈ വിഗ്രഹങ്ങളെ ഒന്നും ആരാധിക്കാതെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന, ഞങ്ങളുടെ കൂടെ പോടിയിരിക്കുന്ന ആ ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ദൈവം തരും ചേച്ചി, കണ്ടോണോ എന്ന് പറഞ്ഞു. അപ്പം ചർച്ചിൽ നിന്ന് ചിലര്, ഇവിടെ ചർച്ചിലെ, എൻ്റെ വൈഫിന്റെ ചർച്ചിലെ ചിലര് ഒക്കെ കൊച്ചിനെ കാണാൻ വന്നു. പാസ്റ്റർ വന്നില്ല. പിന്നെ ചിലർ വരുമെന്ന് പ്രതീക്ഷിച്ചവരാരും വന്നില്ല. എന്നാലേ ചിലരൊക്കെ വന്നു. ചിലര് 100ഉം 200ഉം ഒക്കെ തന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാലെ ഞങ്ങൾ 7 ദിവസം കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ വിട്ടു പോകുമ്പം അവിടുത്തെ ഫീസ് മുഴുവനും കൊടുത്ത് ഏകദേശം 3200 രൂപയോളം എൻ്റെ കയ്യിൽ മിച്ചമുണ്ട്. അങ്ങോട്ട് ബൈക്കേലാണ് ഞാൻ പോയത് വൈഫിനെ കൊണ്ട്. പക്ഷെ തിരിച്ച് ജീപ്പ് വാടകയ്ക്ക് പിടിച്ചു. ജീപ്പില് ഈ പപ്പായുടെ അനിയന്റെ വീട്ടില് ഞങ്ങൾ ഒരാഴ്ച നിന്നു. ഒരാഴ്ച നിന്നപ്പോൾ അവിടുത്തെ അവസ്ഥകളും പരിസ്ഥിതികളും വളരെ പ്രയാസം നിറഞ്ഞതായോണ്ട് ഞങ്ങൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ചു പോകാം. വാടക വീടാണേലും കുഞ്ഞതാണേലും നമുക്ക് ഛത്തീസ്ഗഡിലുണ്ടല്ലോ, നമുക്ക് തിരിച്ച് ഛത്തീസ്ഗഡിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങള് പ്ലാൻ ഇട്ട് പോകും. ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞുള്ള ടിക്കറ്റാ കിട്ടിയത്. അപ്പൊ ആ 10 ദിവസത്തേക്ക് എൻ്റെ മൂത്ത പെങ്ങളെ, ആലപ്പുഴയിലുള്ള പെങ്ങളുടെ വീട്ടിൽ പോയി ഞങ്ങൾ കുറച്ച് ദിവസം നിന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഛത്തീസ്ഗഡിലോട്ട് പോയി. നടന്ന് 17 പേരോളം സ്നാനപ്പെട്ടു. അങ്ങനെ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ നടക്കുക. അപ്പൊ ഞങ്ങൾ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ചർച്ചിന്റെ വാതിക്കൽ ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുട്ടി ഈ കുറച്ച് ക്രിസ്തീയ വിരോധികളെ, ബജറംഗ് ദളിന്റെ
ഹിന്ദുവിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും കുറച്ച് പേര് വന്ന് മുട്ടിയിട്ട് പറഞ്ഞു, നീ ഇവിടെ വന്ന് മതപരിവർത്തനം നടത്തുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നോട് ഒത്തിരി അസഫ്യമൊക്കെ പറയാനും എന്നെ ഉന്താനും തള്ളാനും ഒക്കെ വന്നപ്പം സഹോദരിമാരെ വിശ്വാസി പെണ്ണുങ്ങളെല്ലാം കൂടെ വന്ന് എന്നെ മാറ്റി. ഒരെണ്ണം പറഞ്ഞ് ഇരുന്ന് സംസാരിക്കേ, എന്നോട് പറഞ്ഞു നീ ഇരിക്കേ, നിന്നോട് ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടായി. അതിലൊരുത്തൻ ചോദിച്ചു, നീ ഇവിടെ പറയുന്നത് എന്താ, ഇവരെ പഠിപ്പിക്കുന്നത് എന്നാ? ഞാൻ പറഞ്ഞു, യേശുവിലൂടെയേ പാപമോചനവും നരകത്തിൽ നിന്ന് രക്ഷയും സ്വർഗരാജ്യവും ലഭിക്കത്തുള്ളൂ എന്നുള്ള സത്യമാണ് ഞാൻ ഇവരെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരെണ്ണം പറഞ്ഞു, അതിൻ്റെ ആടാ ഞങ്ങളുടെ ഹനുമാൻ, ഹിന്ദി ചോദിച്ചു, ഞങ്ങളുടെ ഹനുമാനെ എന്നാ രക്ഷ തരത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ നിങ്ങൾ വിഷമം തോന്നല്ലേ, നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു അല്ലാതെ വേറെ ആരും ഭൂമിയിൽ വന്നിട്ടുമില്ല. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ സ്വയം തൻ്റെ മേൽ എടുത്തിട്ടുമില്ല. അപ്പം നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുകയും ചെയ്തത് യേശു മാത്രമാ. യേശു ദൈവമാ, സൃഷ്ടാവായ ദൈവമാ. മനുഷ്യന്റെ രൂപം ധരിച്ച് ഭൂമിയിൽ വന്നത് പാപിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് നരകത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനാ. ഇത് പറയുകയും അവരെഴുന്നേറ്റ് എന്നെ അങ്ങ് അടിക്കാൻ തുടങ്ങി. എന്നെ ഒരുപാട് അങ്ങ് അടിച്ച് ചവിട്ടി എന്നെ ഒരു ഭിത്തിയിൽ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കൂട്ടി. അപ്പം ആ വൈഫിന്റെ സിസേറിയനായിരുന്നു, സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, 1 മാസം പോലും ആയില്ല. അവൾ ഇത് കണ്ടുകൊണ്ട് ഓടി വന്നു, അച്ചാന്ന് പറഞ്ഞു ഓടി വന്നു. അപ്പം ഞാൻ ഇങ്ങനെ അടി കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ എന്റെ വൈഫിനെയാ ശ്രദ്ധിക്കുന്നത്. അപ്പം വൈഫിനെ നോക്കുമ്പോഴത്തേക്കും 3-4 പേര് കൂടി എന്റെ വൈഫിനെ പിടിച്ച് വലിച്ച് അവരങ്ങോട്ട് തള്ളുകയും ഒക്കെ ചെയ്യുന്നു. എന്നിട്ട് എന്നെ വേറെ 2 പേര് കൂടി എന്നെ അടിക്കുക. അപ്പം അടിച്ചിട്ട് എന്റെ താടിയിലൊക്കെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ അങ്ങ് പോയി. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് വേദനയുണ്ട്. ഞാൻ സ്വതന്ത്രം കർത്താവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു തട്ടിയപ്പോഴത്തേക്ക് തിരിച്ചതുപോലെ വീണു. അതിങ്ങനെ വീഴുമ്പോഴും എന്നെ ചവിട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ തന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഇടയ്ക്ക് വന്ന സഹോദരിമാരിടയ്ക്ക് കയറിയപ്പോൾ അവരെ അടിച്ചു. അങ്ങനെ കുറെ നേരം ഉപദ്രവിച്ചതിന് ശേഷം അവര് പറഞ്ഞു, നാളെ ഈ വീട് കാലിയാക്കിക്കോണം. ഇത് കാലിയാക്കി നീ വെളിയിൽ പോയില്ലെങ്കിൽ, നീ ഇവിടുന്ന് കാലിയാക്കി കേരളത്തിൽ തിരിച്ചു പോയില്ലെങ്കിൽ നിന്നെ ഞങ്ങളുടെ ആ വീടിന്റെ ആ വാതിക്കൽ ഒരു നദിയുണ്ട്, ആ നദിയുടെ സൈഡിലാണ് ഈ മരിച്ചവരെയൊക്കെ കുഴിച്ചിടുന്നത് അവിടുത്തുകാരെ. ഒന്ന് പറഞ്ഞു, അവിടെ നിന്നെ ഞങ്ങൾ കുഴിച്ചിടുമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു വാൺ ചെയ്തിട്ട് അവര് തിരിച്ചുപോയി. എന്നാൽ ദൈവത്തിന്റെ കരുണ വീണ്ടും അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങളും കൂടെ അവിടെ നിൽക്കാൻ ദൈവം സഹായിച്ചു. എന്നാല് ഇങ്ങനെ വീണ്ടും ഞാനും വൈഫും കൂടെ വെളിയിൽ പോകുന്ന സമയത്ത് പലരും, ഈ ഉപദ്രവിച്ചവര് പലരും ഞങ്ങളെ കാണുമ്പോഴത്തേക്കും ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി, വഴിയിൽ തടഞ്ഞിട്ട് പറഞ്ഞു, നീ ഇതുവരെ പോയില്ലേ, അടുത്ത സൺഡേ വരുവടാ, നിന്റെ കാല് വെട്ടുവടാ, കൈ വെട്ടുവടാ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ വിളിച്ച് തമ്പിച്ചാനോട് പറഞ്ഞു, തമ്പിച്ച ഇന്ന പോലെ കൂടെ ഇവരിങ്ങനെ പറയുന്നു. അതുപോലെ തന്നെ വാടകയ്ക്ക് ഞങ്ങൾ താമസിക്കുന്ന വീട്ടുകാരും പറഞ്ഞു വീട് മാറണമെന്ന് പറഞ്ഞു. അപ്പം ഇതിനൊക്കെ കാരണമായത്, മെയിനായിട്ടുള്ള കാരണം ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ, ആ മാനസിക രോഗിയായിരുന്ന ആ ടീച്ചർ സുഖം പ്രാപിച്ചെന്നും 1 കൊല്ലം ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് തിരിച്ചു വന്നു, ഞങ്ങളുടെ കൂടെ അവിടെ ഒക്കെ കറങ്ങാൻ തുടങ്ങി. അപ്പൊ ഇത് ഒരു വലിയ സാക്ഷ്യമായപ്പോഴത്തേക്കും അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇദ്ദേഹത്തിനുണ്ട്. അവരെല്ലാം കൂടി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഇവര് താമസിച്ച സ്ഥലത്തിൽ നിന്ന് നമുക്കൊരു 5 സെന്റ് സ്ഥലം ചർച്ച് പണിയാനായിട്ട് തരാമെന്നും ഇദ്ദേഹം തീരുമാനം പറഞ്ഞായിരുന്നു. ഇതൊക്കെ ഇവരുടെ മക്കൾ അറിഞ്ഞു. അപ്പൊ മക്കള് ക്രിസ്തീയ വിരോധികളും ഹിന്ദു സംഘടനകളിലൊക്കെ ഉള്ളവരുമായതുകൊണ്ട് അവരെല്ലാരും കൂടെ ഇവനെ ഇവിടുന്ന് ഓടിക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി. അങ്ങനെയാണ് അവിടെ എതിരുണ്ടായത്. എന്നാല് അങ്ങനെ അങ്ങനെ അവിടെ തമ്പിച്ചാനോട് പറഞ്ഞപ്പോ തമ്പിച്ചാൻ പറഞ്ഞു, മോനെ ഇനി നീ അവിടെ നിൽക്കണ്ട, ദൈവവചനം പറയുന്നുണ്ടല്ലോ, ഒരിടത്ത് പ്രതികൂലം ഉണ്ടായാലേ ആ പട്ടണം വിട്ട് മറ്റൊരിടത്തോട്ട് പോകാൻ. നമുക്ക് ഛത്തീസ്ഗഡും വിശാലമായിട്ട് കിടക്കുമല്ലേടാ, നീ അവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകും, ദൈവം നിന്റെ കൂടെ. അപ്പൊ എപ്പോഴും തമ്പിച്ചാൻ എന്നെ വിളിക്കുമ്പോഴെല്ലാം എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കും. എപ്പോഴും പറയും, നീ ദൈവത്തിൽ തന്നെ വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം, ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും, കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നും പറഞ്ഞ് എപ്പം വിളിച്ചാലും വിശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞ് ഉത്സാഹിപ്പിക്കും. അപ്പം പറഞ്ഞു, നീ അടുത്ത സ്ഥലത്തോട്ട് പോടാ കുഞ്ഞെ, നിനക്ക് ഇവിടെ ഉപയോഗിച്ചതിനേക്കാൾ അധികമായിട്ട് ദൈവം നിന്നെ അടുത്ത സ്ഥലത്ത് ഉപയോഗിക്കും, നീ പോ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചപ്പോൾ ലാസ്റ്റ് സൺഡേയിലെ ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ വിശ്വാസികളോട് പറഞ്ഞ് ഇവിടുന്ന് ഞാൻ പോവാ,
അതുകൊണ്ട് ഈ വേല ഇനി മുന്നോട്ട് ചെയ്യണം. അപ്പോഴത്തേക്കും 7 ഗ്രാമത്തിലോളം വേലകൾ അന്നേരം തുടങ്ങിയായിരുന്നു. ഈ 1.5 വർഷം കൊണ്ട് 7 ഗ്രാമത്തിൽ വേല തുടങ്ങി. അപ്പം സഹോദരന്മാരോട് പറഞ്ഞു, ഈ വേല സ്ഥലമൊക്കെ എന്ത് ചെയ്യും? അന്നേരം അവിടെ ഉണ്ടായിരുന്നതിലെ 7 സഹോദരന്മാരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അവർ പറഞ്ഞു, പാസ്റ്റർ കേരളത്തിൽ നിന്ന് വന്നത് കൊണ്ടല്ല ഇവര് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞങ്ങൾ ഇവിടുത്തുകാരാ, ഞങ്ങൾ അവിടുത്തെ വേലകൾ ചെയ്യാം. അങ്ങനെ ദൈവം ആദ്യം അവിടെ 7 സഹോദരന്മാരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ദൈവം സഹായിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പിന്നെ അവിടുന്ന് ഞാൻ കുറച്ച് ഒരു 2 മാസത്തേക്ക്, അന്ന് ഞങ്ങളുടെ ഒരു ബൈബിൾ സ്കൂൾ ഒറീസയിൽ ഉണ്ടായിരുന്നു, ഒറീസയിൽ പോയി 2 മാസം നിന്നതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് ഛത്തീസ്ഗഡിൽ ഒരു ദേവദാസന്റെ, എൻ്റെ ഒരു കൂട്ടുകാരൻ ദേവദാസന്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒരു 21 ദിവസം ഉപവസിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഉപവസിച്ച് അടുത്ത ഒരു വഴി തുറക്കണമെന്ന്. അങ്ങനാണ് ഇപ്പൊ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തെ ഈ ദില്ലി രാജറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു മലയാളി സഹോദരൻ മൂലം ഇങ്ങോട്ട് വിളിച്ചു. അങ്ങനെ ഇവിടെ വന്ന് കർത്താവിന്റെ വേല ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിശ്വാസികൾ പോലും ഒരു വാടകയ്ക്ക് ഞങ്ങളൊരു വീടെടുത്ത് ഇവിടെ താമസിച്ചു. അപ്പോഴും ഇതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോഴും ആ 7 പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് ഏകദേശം 100 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പൊ ഇവിടുന്ന് അവിടെ പോകും. അപ്പൊ എൻ്റെ പേരിൽ കേസായി, ഞാൻ മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ ഒരു കള്ളസാക്ഷിയെ നിർത്തി കാങ്കേർ പോലീസ് സ്റ്റേഷനിൽ കേസാക്കി ആ കേസ് അങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ആ സഹോദരനെ. ഞാൻ അദ്ദേഹത്തോടൊന്നും ഞാൻ സുവിശേഷം പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തോടെ. പക്ഷെ വ്യക്തികളെ വെച്ച് എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്ത് അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ ഇവിടുന്ന് മീറ്റിംഗ് നടത്താനായിട്ടും അവിടെ പോകും. അങ്ങനെ ആ 7 സഹോദരന്മാരിലെ 2 പേര് ബൈബിൾ സ്കൂളിൽ പോകാനായിട്ട് സമർപ്പിച്ചു. 2 പേര് ബൈബിൾ സ്കൂളിലേക്ക് പോയി. അങ്ങനെ ഗോവയിലെ ബൈബിൾ സ്കൂളിലേക്ക് പോയി. പിന്നെ ചിലര് നമ്മുടെ ഒറീസയിലെ ബൈബിൾ സ്കൂളിലോട്ട് പോയി. ഒരു സഹോദരൻ അവിടോട്ട് പോയി. അങ്ങനെ വേല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു ചർച്ചുമായിട്ട് നിൽക്കാനല്ല ദൈവത്തിന്റെ കാഴ്ചപ്പാട്, ദൈവത്തിന്റെ ഹിതം. ഞാൻ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാനല്ല, അനേക ചെറുപ്പക്കാരെ കർത്താവിന്റെ വേലയിലേക്ക് കൊണ്ടുവരണം. ഇതാ ദൈവത്തിന്റെ ഹിതമെന്ന് ആ നടന്ന സംഭവങ്ങൾ മൂലം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അന്ന് മുതലേ ഞാൻ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് വേലയ്ക്ക് പോകാനും അവിടെ ഏതെങ്കിലും സഹോദരന്മാരെ കണ്ടാൽ അവരെ 1 വർഷമോ 2 വർഷമോ ട്രെയിനിങ്ങിന് വിട്ടിട്ട് അവര് മടങ്ങി വന്നതിന് ശേഷം കിട്ടുന്ന നന്മയിൽ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ കർത്താവിന്റെ വേലയിലെ അവിടെ ആക്കി അവരെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ദില്ലി രാജറയിലെ ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് ആദ്യം വിശ്വാസത്തിൽ വരുന്നത് ഒരു മന്ത്രവാദിയുടെ ഒരു മോൾ. ആ മോളെന്ന് പറഞ്ഞ ആ മോളുടെ മേൽ ഈ ശക്തി കയറിയിട്ട് ആൾക്കാർ വരുമ്പോഴത്തേക്കും ഈ അപ്പൻ ഈ മോളുടെ ഉള്ളിലുള്ള ആ ശക്തിയെ കൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞാണ് ആൾക്കാരോട് പറയുമ്പം ഒരു നല്ല വരുമാനവും ഈ അപ്പന് കിട്ടുമായിരുന്നു. ആ സമൂഹത്തിൽ നല്ലൊരു ബഹുമാനവും കിട്ടുമായിരുന്നു. അപ്പം ഈ മൂത്ത മോളിലായിരുന്നു ആ പാരമ്പര്യ ശക്തി കുടിയിരുന്നത്. എന്നാൽ ഈ പെൺകൊച്ചിന് നടുവിന് ഭയങ്കര വേദനയാണ്. അപ്പൊ ഈ പെൺകൊച്ചു വന്നിട്ട് പറഞ്ഞു, അവളുടെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ഇന്നപോലെ ഒരു പാസ്റ്റർ വന്നിട്ടുണ്ട് നമ്മുടെ വീടിനടുത്താ, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം യേശു സൗഖ്യം തരും. അങ്ങനെ ഈ പെങ്കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അവളുടെ ദേഹത്തെ ആ ശക്തി വെളിപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ ഇന്നയാളാ, ഞാൻ 7 തലമുറയായിട്ട് ഇവരുടെ കുടുംബത്തിലുള്ളതാ. ഇവരുടെ നടുവേദന ഞാൻ ഇരിക്കുന്നത് കൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് ഇത് വിട്ടുപോകാൻ പറഞ്ഞിട്ട് പോകത്തില്ല. ഏകദേശം 40 ദിവസം ഒരു നേരം കഴിച്ചോണ്ട് ആ പെൺകുട്ടി ഉപവാസം ഇരുന്നു. ഞങ്ങളും എല്ലാ ദിവസവും ഈ 40 ദിവസം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 40 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ശക്തി എന്നേക്കുമായി ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. ഇവള് ദൈവവചനം പഠിക്കാനായിട്ട് റാഞ്ചിയിൽ ഒരിടത്തോട്ട് വിട്ടു. അവളൊരു 6 മാസത്തെ ഒരു റാഞ്ചിയിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നു. അപ്പൻ പ്രശ്നമായി, കാരണം അപ്പന്റെ വരുമാനം നഷ്ടപ്പെട്ടു. ആൾക്കാർ വരുമ്പോഴത്തേക്കും മോളിൽ പഴയ പോലെ ആ ശക്തി വെളിപ്പെടുന്നില്ല. ഭാവി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായി. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ആ പാസ്റ്റർ കാരണമാണ് എൻ്റെ മോൾ ഇങ്ങനായെ, അതുകൊണ്ട് അവനിട്ട് 2 കൊടുക്കണം എന്ന് പറഞ്ഞ്
അദ്ദേഹം ഒരു ദിവസം ഈ വീടിന്റെ വാതുക്കെ വന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഹനുമാൻ സേവയുണ്ടെന്നാണ് നാട്ടുകാരൊക്കെ, ഞങ്ങളുടെ അയലോക്കത്തുള്ളവർ പറയുന്നത്. അങ്ങനെ ആ ശക്തിയെ ഇദ്ദേഹം തന്റെ ശരീരത്തെ ആവാഹിച്ചെടുത്തിട്ട് രണ്ടുപേരെ എടുത്തടിച്ച് നട്ടല്ലൊടിഞ്ഞ് രണ്ടുപേരും മരിച്ചിട്ടുണ്ട്, ചില ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നാട്ടുകാർക്കറിയാം. അപ്പൊ അവരൊക്കെ പറഞ്ഞതുകൊണ്ട് പാസ്റ്ററെ വളരെ സൂക്ഷിച്ചു വേണം അവരുടെയൊക്കെ ഇടപെടാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവരുടെയൊക്കെ ഒന്നിനും പോകുന്നില്ല. കർത്താവിന്റെ സുവിശേഷം അറിയിച്ചു, കർത്താവിന് ആ മകളെ രക്ഷിക്കണമായിരുന്നു, അതുകൊണ്ട് രക്ഷിച്ചു, ബാക്കി ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം വീട്ടിന്റെ വീട് ഞങ്ങൾ അന്നേരം അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഈ പെങ്കൊച്ചിന്റെ ഒക്കെ വീടിനടുത്ത് 14,000 രൂപയ്ക്ക് ഞങ്ങൾക്കൊരു മണ്ണിന്റെ കുഞ്ഞൊരു വീട് കിട്ടി. 2 മുറിയും ചെറിയൊരു അടുക്കളയുള്ള 14,000 രൂപ. കാരണം അത് നജൂൾ സ്ഥലമാണ്, പട്ടയോ ഒന്നും ഇല്ലാത്ത ഒരു പുറമ്പോക്ക് സ്ഥലമാണ്. പക്ഷെ ആ സ്ഥലം ഞങ്ങൾക്ക് 14,000 രൂപയ്ക്ക് കിട്ടി. അപ്പം അവിടാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിന്റെ പെരയാണ്. മേളിലെല്ലാം ഈ നമ്മുടെ ഇവിടുത്തെ പോലെ കപ്പറ എന്ന് പറയുന്ന ഈ ഇവിടുത്തെ ലോക്കൽ ഓടുകളും മുളക്കമ്പും ഒക്കെ വെച്ച് ഉള്ള ചെറിയൊരു വീടാണ്. അപ്പൊ അവിടെ കറണ്ട് ഇല്ല. ഏകദേശം 4 വർഷത്തോളം ഞങ്ങൾ ആ വീട്ടിൽ കറണ്ട് ഇല്ലാതാ കഴിഞ്ഞത്. അപ്പം ആ കറണ്ടും ഇല്ല. അപ്പൊ ആ വീട്ടിലെ ഒരു ദിവസം ഈ അപ്പൻ കയറി വരുമ്പോഴത്തേക്ക് കയ്യിലെ കുറച്ച് സമൂസ, 2-3 സമൂസ, പിന്നെ കുറച്ച് വട, 2-3 വടയൊക്കെ വെച്ചോണ്ടാ വന്നത്. അപ്പൊ ഇങ്ങനെ വന്നു. അപ്പം എൻ്റെ മോനെ 2 മക്കൾ, അപ്പം 2 മക്കളായി, 2 മക്കളും കയ്യിലുണ്ട്. ഞങ്ങളുടെ ഓടി നടക്കുന്ന പ്രായമായി. ഏകദേശം മൂത്ത മകന് 3 വയസ്സായി കാണും. രണ്ടാമത്തെ മോന് പെട്ടെന്നുണ്ടായി, 1 വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പം രണ്ടാമത്തെ മോന് 2 വയസ്സുണ്ട്. അപ്പൊ ആ സമയത്താ. അപ്പം ഇദ്ദേഹം ഈ പൊതിയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇത് കണ്ടപ്പോ പിള്ളേർ പറഞ്ഞ് അപ്പാപ്പം എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുക. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട മോനെ, അദ്ദേഹത്തെ അവിടെ കസേരയിൽ ഇരുത്തി, നമ്മുടെ വിശ്വാസിയുടെ അപ്പനാണല്ലോ, ഇരുത്തിയാറിന് അദ്ദേഹം പറഞ്ഞു വെള്ളം തരാൻ പറഞ്ഞു കുടിക്കാൻ. പറഞ്ഞ വെള്ളം കൊണ്ട് കൊടുത്തു. വെള്ളം കൊടുത്താറിന് ഇദ്ദേഹം ഈ പൊതിക്കകത്തു നിന്ന് 2 സമൂസ എടുത്ത് താഴെ വെച്ചു, 2 വട എടുത്ത് താഴെ വെച്ചു. എന്നിട്ട് ഈ വെള്ളം എടുത്ത് മന്ത്രം ചെല്ലാൻ തുടങ്ങി. എന്നിട്ട് ഇതേലോട്ട് ഇങ്ങനെ തളിക്കുക. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വീടിനകത്ത് വന്ന് നമ്മുടെ കസേരയിൽ ഇരുന്ന് നമ്മൾ കൊടുത്ത വെള്ളം കൊണ്ട് നമുക്കെതിരെ മന്ത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഉടനെ ഞാൻ പെട്ടെന്ന് വൈഫിനോട് പറഞ്ഞു, എടി കൊച്ചേ, ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം ശരിയല്ല. ഉടനെ ഈ പിള്ളേർ അപ്പാപ്പം എന്നും പറഞ്ഞ് എടുക്കാൻ പോവുക. ഉടനെ ഈ പുള്ളി മന്ത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പറഞ്ഞു ആംഗ്യം കാണിക്കുന്നുണ്ട്, എടുത്ത് കഴിച്ചോളാം പിള്ളേരോടെ. ഉടനെ പെട്ടെന്ന് ഞാൻ മൂത്തവനെ എന്റെ കയ്യിൽ എടുത്തു. ഇളയ മോനെ വൈഫും എടുത്തു. ഞങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭൂമിക്ക് വൃത്തം വരച്ചവനെ, സകലത്തെയും നിയന്ത്രിക്കുന്നവനെ, ഒരന്ധകാര ശക്തിയും ഇവിടെ വരാനോ പ്രവർത്തിക്കാനോ സമ്മതിക്കരുത്. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കുന്നതെല്ലാം സ്വർഗത്തിലും ബന്ധിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ഇവൻ വിളിക്കുന്ന ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ വചനമൊക്കെ പറഞ്ഞ് അന്യ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ഈ വെള്ളമെല്ലാം അപ്പം ദേഷ്യം ഞങ്ങളെ രൂക്ഷമായി നോക്കുന്നുണ്ട്, വെള്ളം തളിക്കുന്നുണ്ട്, വീണ്ടും രൂക്ഷമായി നോക്കും, വെള്ളം തളിക്കുന്നുണ്ട്. ലാസ്റ്റ് വെള്ളമെല്ലാം തീർന്ന് ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു. എന്നിട്ട് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി, അവന്റെ ദേഹത്തോട്ട് ആവാഹിക്കാനായിട്ട് വിളിക്കാൻ തുടങ്ങി. കാരണം ഞങ്ങളോട് വീണ്ടും അന്യ ഭാഷ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞങ്ങൾ ബന്ധിക്കുന്നു, അവിടെ നിന്നോണം, ഇങ്ങോട്ട് കയറല്ലേ എന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കുറെ കഴിഞ്ഞപ്പോൾ പുള്ളി കൈയെടുത്തിട്ട് എന്റെ നെഞ്ചിനോട്ട് തള്ളി തന്നു. അപ്പം മോനുണ്ട് എന്റെ കയ്യിൽ, ഇങ്ങനെ തള്ളിയിട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന നിർത്തടാ, എന്റെ ദേവൻ വെളിയിൽ നിൽക്കുക, അകത്തോട്ട് കയറാൻ വയ്യെന്ന്. അയ്യോ, ഇത് കേട്ടപ്പോഴത്തേക്കും വീണ്ടും ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ സകല മുഴങ്കാലുകളും മടങ്ങും. അവന്റെ ഏത് ദേവീദേവനാണേലും അത് വെളിയിൽ നിൽക്കുക, അകത്ത് വരാൻ പറ്റുന്നില്ലെന്ന്. അപ്പം ഞങ്ങൾ ശക്തമായി ദൈവത്തെ അങ്ങ് അങ്ങ് അവന്റെ മുന്നിൽ ഞങ്ങൾ അന്യ ഭാഷയിൽ അങ്ങ് ആരാധിക്കാൻ തുടങ്ങി. ദൈവമേ, നീ സർവശക്തൻ, നിന്റെ മുമ്പിൽ സകല മുഴങ്കാലുകളും മടങ്ങും, അങ്ങേ പോലൊരുവൻ മറ്റാരുമില്ലെന്നൊക്കെ പറഞ്ഞ് മലയാളത്തിലും അന്യഭാഷയിലും ഒക്കെ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു. അപ്പം പെട്ടെന്ന് എനിക്ക് പ്രേരണ കിട്ടി ഇദ്ദേഹത്തിന്റെ കയ്യെ പിടിച്ച് വെളിയിലോട്ട് വിടാൻ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ അന്യഭാഷയിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു ജാവോ എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി ഒരു കുഞ്ഞനുസരിക്കുന്നത് പോലെ പെട്ടെന്ന് വെളിയിലോട്ട് പോയി. വെളിയിലോട്ട് പോയിട്ട് പറഞ്ഞു, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് അങ്ങ് നടന്നങ്ങ് പോയി. അങ്ങനെ ദൈവത്തിന്റെ അത്ഭുതം അങ്ങനെ ദൈവം വിടുവിച്ചു.
അതിനുശേഷം ഒരു ദിവസം ഞാൻ അപ്പം വെളിയിലൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങി, 6-7 ദേവദാസന്മാർ കൂടെയായി. അപ്പം കൂടെയായി വേലകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ചർച്ചിലെ കർത്തമേശ കൊടുക്കണം. അപ്പം കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ബൈക്കുണ്ട്, വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് വീടിന്റെ വാതുക്കൽ ഒരു ഇലയിലെ 2 ഉരുള ചോറും പിന്നെ സാമ്പ്രാണി കത്തി തീർന്നതിന്റെ 2 ഇതും കുറെ പൂവും ഒക്കെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ടായി. ഉടനെ ഗേറ്റ് തുറന്ന വൈബ് പറഞ്ഞു, അയ്യോ അതെന്നാ കിടക്കുന്ന നോക്കിയേ. ഞാൻ നോക്കിയവൻ പറഞ്ഞു, ഇതാ. ഞാൻ പറഞ്ഞു, എടീ കൊച്ചേ, രാത്രിയിൽ ആരാണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോയതാ, നീ ഒരു കാര്യം ചെയ്യേ, ഞാൻ പോവാ, നീ കഥ കടച്ചോളാന്ന് പറഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇങ്ങനെ ബൈക്ക് എടുത്തിട്ട് ആ ചോറയിലോട്ട് കാലി ചവിട്ടിയിട്ട് പറഞ്ഞു, പാമ്പ്, യേശു ഞങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്, പിശാചെ നീ ഞങ്ങളുടെ മേൽ ഒന്നും ചെയ്യില്ല, കാരണം ഒന്നും നിന്റെ മേൽ ഫലിക്കുകയില്ലെന്ന ഈ വചനപ്രകാരം നിന്റെ സകല ബലത്തെയും ഞാൻ ചവിട്ടുന്നു, നീ എവിടെ നിന്ന് വന്നു അങ്ങോട്ട് പൊക്കോണം എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങ് പോയി. പിന്നീട് അറിയുന്നത് ഈ മന്ത്രവാദി അപ്പച്ചൻ വീണ് കട്ടിലെ കിടപ്പായെന്ന് അറിയുന്നത്. അപ്പം പിന്നെ ഈ പെങ്കൊച്ചിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഈ പെങ്കൊച്ച് ഞങ്ങളുടെ വീട്ടിൽ തന്നെയായി. പിന്നെ ഒരു കല്യാണാലോചന വന്നു, ഒരു കൊച്ചനുമായിട്ട് കല്യാണം നടത്തി ഇവളെ വിട്ടു. ഇവരുടെ വീട്ടുകാരും സഹകരിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നാല് ഈ കൊച്ച് എന്നെ അവിടെ വിട്ടു. അങ്ങനെ ആ സ്ഥലത്ത് ഒരു വേല ഈ പെങ്കൊച്ചു മൂലം ഇവളെ വിട്ട സ്ഥലത്തെ വേല ചെയ്യാൻ തുടങ്ങി. അവിടെ പ്രവർത്തനങ്ങൾ വളരാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിന്റെ കൃപയാലെ വേലകൾ വളരാൻ തുടങ്ങിയപ്പോഴത്തേക്കും സാമ്പത്തികമായ ആവശ്യങ്ങൾ ഒത്തിരി വരാൻ തുടങ്ങി. അപ്പൊ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ഇതിലെ 7 ദൈവദാസന്മാർക്ക് കഴിഞ്ഞ ജനുവരി വരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഏകദേശം 2500 നമ്മൾ ദൈവദാസന്മാർക്ക് സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും സഹോദരന്മാർ ബൈബിൾ സ്കൂളിൽ പോകുന്നു, വരുന്നു. അപ്പം കഴിഞ്ഞ ജനുവരി വരെ ഏകദേശം 41 ദൈവദാസന്മാർ നമ്മുടെ കൂടെയായി. മധ്യപ്രദേശിൽ വേലയായി, ജാർഖണ്ഡിൽ വേലയായി. അപ്പോൾ എല്ലാം ആവശ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോഴെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങയുടെ വേലയാണ്, അങ്ങാണ് ഇന്ന് വരെ നടത്തിയത്, ഒരു മനുഷ്യനോടും ചോദിക്കത്തില്ല. അപ്പം ദൈവം വഴി തുറക്കാൻ തുടങ്ങി. തിരുവനന്തപുരത്തുള്ള ഒരു അച്ചായനുണ്ട്, എന്നെ കണ്ടിട്ട് പോലും ഇല്ല. ഒരു 3.5 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ഒരു പോളെന്നാണ് അച്ചായന്റെ പേര്. അച്ചായനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്നെ കണ്ടിട്ടുമില്ല. മറ്റു ഒരു ദൈവദാസൻ മൂലം അവൻ അറിഞ്ഞ് നമ്മുടെ വേലയ്ക്ക് സഹായിക്കാൻ തുടങ്ങി. അദ്ദേഹം ആദ്യം ഒരു 10,000 തരാൻ തുടങ്ങി, പിന്നെ മാസം 20,000 തരാൻ തുടങ്ങി, പിന്നെ 30,000 തരാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവദാസന്മാർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ദൈവം വഴി തുറന്നു. അങ്ങനെ പ്രവർത്തനങ്ങൾ വളർന്നു. ഞാൻ പറഞ്ഞില്ലേ, ജനുവരി ആയപ്പം അത് 41 ആയി. അപ്പൊ ഈ ദേവദാസൻ ചില സമയത്ത് വിളിച്ചിട്ട് പറയും, പാസ്റ്ററെ, ഞാനൊരു 2 ലക്ഷം രൂപ തരാം, ഒരു ചർച്ച് പണിയാൻ പറ്റുമോ? അവനാ പറഞ്ഞു, അതിന് എന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വിശ്വാസി നമുക്ക് സ്ഥലം തരും. അപ്പം അവിടെ നമ്മൾ ഈ പൈസ 2 ലക്ഷം രൂപ മുടക്കി നമ്മളൊരു ചർച്ച് പണിയും. അങ്ങനെ ഇന്ന് നമുക്ക് 16 സ്ഥലത്ത് ചർച്ച് ബിൽഡിംഗ് പണിയാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ഇത്രയും പേർക്ക് സപ്പോർട്ട് കൊടുക്കാൻ ഒരു മാസം എങ്ങനെയാണ് 1 ലക്ഷം രൂപ വേണം. അപ്പൊ 7 പേർക്ക് ന്യൂഇന്ത്യ തരും, ബാക്കിയെല്ലാം നമുക്ക് വിശ്വാസത്താലാ. അപ്പം പല സമയത്തും ഓർക്ക് എന്ത് ചെയ്യും എന്ന് ഓർത്ത സമയമുണ്ട്. അതിൽ ഒരെണ്ണം വളരെ അത്ഭുതകരമായ ഒരു സംഭവം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും ഏകദേശം 5 സ്ഥലത്തായിട്ടാണ് നമ്മുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് 5 സ്ഥലത്തായിട്ടാണ് നടത്തുന്നത്. ചിലയിടത്ത് 10 പാസ്റ്റർമാരെ, ചിലയിടത്ത് 9 പാസ്റ്റർമാരെ, അങ്ങനെ പലയിടത്തായിട്ടാണ്. അപ്പൊ ജാർഖണ്ഡിലെ പൈസ അയച്ചു കൊടുത്തു. അവിടുത്തെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് അവർ നടത്തി. വേറെ 2 സ്ഥലത്ത് നടത്തണം. അപ്പൊ ഒരിടത്തെ ലാസ്റ്റ് നടത്തിയിട്ട് പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് 12,000 രൂപ കുറവുണ്ട്. ആ ലാസ്റ്റ് സ്ഥലത്തെ സപ്പോർട്ട് കൊടുക്കാം. മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിന്റെ ഇടയ്ക്ക് പെൻഡ്ര റോഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ആ സ്ഥലത്ത് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ 11 ദിവാസന്മാരുണ്ട്. അപ്പം 12,000 രൂപയുടെ കുറവുണ്ട്. അപ്പം ചിന്തിച്ചു, എന്ത് ചെയ്യും? കർത്താവ് വഴി തുറക്കട്ടെ, അപ്പം ഉള്ളത് കൊടുക്കാം, പിന്നെ ബാക്കിയുള്ളത് ഇനി കിട്ടുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരാം എന്നൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞു മാനുഷികമായ രീതിയിൽ ചിന്ത വന്നു. അങ്ങനെ അവിടെ ചെന്നു മീറ്റിംഗ് ചെയ്തിട്ട് ഉള്ളിൽ പ്രേരണ കിട്ടിയത് എല്ലാവർക്കും മറ്റേതിങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കും, അങ്ങനെ. അപ്പം അന്നേരം പ്രേരണ കിട്ടി, ആ ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങ് സപ്പോർട്ട് കൊടുക്കാനായിട്ട് പ്രേരണ കിട്ടി. ഞാൻ ഇങ്ങനെ പാസ്റ്റർ കൊടുത്തുകൊണ്ടിരിക്കും, ഓരോരുത്തർക്ക് 2,500 കൊടുത്തോണ്ട് വരുവാ. ലാസ്റ്റ് നോക്കുമ്പം 2,500 രൂപ മിച്ചമുണ്ട്. അപ്പം
ഞാൻ അവിടെ ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പൈസ എണ്ണി നോക്കുമ്പോൾ 12,000 രൂപ കുറവാണ്. ആ 12 പേർക്ക് സപ്പോർട്ട് കൊടുക്കാൻ ഇല്ല എൻ്റെ കയ്യില്. എന്നാലേ ലാസ്റ്റ് എണ്ണി നോക്കുമ്പോൾ 2,500 രൂപ മിച്ചവാ. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. അപ്പം ഞാനും വൈഫും കുഞ്ഞുങ്ങളും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. ഓരോ പ്രാവശ്യം പറയും, മോനെ ഇന്ന ദിവസമാണ് ഇന്ന സ്ഥലത്തെ പാസ്റ്റേഴ്സ് മീറ്റിംഗ്, ഇന്ന സ്ഥലത്താണ് പാസ്റ്റേഴ്സ് മീറ്റിംഗ്, അപ്പം പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പൊ ഒരു പ്രാവശ്യം ഒരിടത്ത് പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടത്താൻ പോകാനായിട്ട് ഇതുപോലെ തന്നെ 12,000 രൂപയുടെ കുറവുണ്ട്. അപ്പം തിങ്കളാഴ്ച പോണം. ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചർച്ചിലെ വല്ലപ്പോഴും വരുന്ന ഒരു സാറുണ്ട്, സ്കൂളിലെ ടീച്ചറാ. അപ്പൊ ആ സാറിന്റെ വീട്ടിലോട്ട് ഒന്ന് ചെല്ലണമെന്നും പറഞ്ഞ് വിളിച്ചു. കാരണം സാറിന്റെ പപ്പ വളരെ സീരിയസ് ആയിട്ട് കിടക്കുക, ഒന്ന് പ്രാർത്ഥിക്കണം, ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കിടക്കുക, ഒന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞു. അദ്ദേഹം സ്നാനം പെട്ടിട്ട് പോലും ഇല്ല. അപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ഞാനും എൻ്റെ മക്കൾ രണ്ടുപേരും കൂടെ വണ്ടിയെ പോവാ. ഞങ്ങൾ അവിടെ ചെന്ന് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോരുമ്പം ഇദ്ദേഹം ഒരു കവർ തന്നു. ഞാൻ പറഞ്ഞു, സാറേ, സാറിന് ഇപ്പൊ ഒത്തിരി ആവശ്യമാണ്, ചെലവ് ഒത്തിരിയായി, ഒന്നും വേണ്ട, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പോരാൻ നോക്കിയിട്ട് ഇദ്ദേഹം സമ്മതിക്കുന്നില്ല. ഇല്ല, ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഇത് ദൈവം പ്രേരിപ്പിച്ചിട്ട് തരുക എന്നും പറഞ്ഞ് ഒരു കവർ തന്നു. ഞാൻ പറഞ്ഞ വണ്ടിയെ കയറിയിട്ട് ഇളയ മോന്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നമുക്ക് 12,000 രൂപ സപ്പോർട്ട് കൊടുക്കാൻ നാളെ വേണം, നാളെ പപ്പായിക്ക് പോകണം, നീ പ്രാർത്ഥിച്ചിട്ട് അത് തുറക്കാൻ പറഞ്ഞു. അവൻ പ്രാർത്ഥിച്ച് തുറന്നു നോക്കുമ്പോ കറക്റ്റ് 12,000 രൂപയുണ്ട്. അങ്ങനെ ദൈവം ഇന്ന് വരെ അത്ഭുതം. ഇപ്പൊ 51 ദേവദാസന്മാരുണ്ട് ഇപ്പൊ കൂടെ. എന്നാൽ ഇവിടെ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഓരോ മാസവും ദൈവം അത്ഭുതകരമായ രീതിയിൽ നടത്തുന്നു. ഇന്ന് വരെ ഒരു വ്യക്തിയുടെ മുമ്പിൽ കൈനീട്ടാൻ ദൈവം അനുവദിച്ചില്ല. എന്ന സാഹചര്യം വന്നു, ഒരുപാട് സാഹചര്യങ്ങൾ കൈനീട്ടാൻ വന്നു, പ്രതികൂലങ്ങൾ വന്നു. ഇവിടെ തന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് 7 പ്രാവശ്യം പ്രതികൂലം വന്നു. ഒരു പ്രാവശ്യം എൻ്റെ വൈഫിന്റെ മുടിയൊക്കെ കുത്തിപ്പിടിച്ച് വലിച്ചേറെ ഇഴച്ച് കൊണ്ടുപോയി 2 സഹോദരിമാരുടെ വസ്ത്രമൊക്കെ വലിച്ചു കീറി. അത് 2019 19 ഇവിടെ ഭയങ്കര പ്രശ്നം നടന്നടിച്ചു. 3 മാസത്തോളം നമ്മുടെ ഇവിടുത്തെ സഭ പൂട്ടിയിട്ടു. കളക്ടർ ഓർഡർ ഇട്ടു, ഇത് പുറമ്പോക്ക് സ്ഥലത്ത് ചർച്ച് പണിയാൻ പറ്റത്തില്ല, ചർച്ച നടത്താൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് കളക്ടർ ഓർഡർ ഇട്ടു. 19 ഭയങ്കര പ്രശ്നങ്ങളായി, ഒത്തിരി വിഷമമായി. അപ്പം പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിക്കാം, പക്ഷെ പ്രാർത്ഥന നടത്താൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ കർത്താവിനോട്, കർത്താവേ, താമസിക്കാനാണെങ്കിൽ കേരളത്തിലല്ലേ നല്ലത്, നല്ല കാലാവസ്ഥ, നല്ല ഭക്ഷണം, ഇവിടെ താമസിക്കാനാണല്ലോ നീ എന്നെ ഇവിടെ വിട്ട വേലയ്ക്കല്ലേ, അതുകൊണ്ട് നീ വഴി തുറക്കണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മാസത്തോളം ഇവിടെ ഏകദേശം ഒരു 150ഓളം വിശ്വാസികളുണ്ട്. ഞങ്ങൾ ഈ വിശ്വാസികളെ 10 പേരായിട്ട് പല സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ട് ഓരോ ഒരിടത്ത് ഞാൻ ആരാധന നടത്താൻ പോകും, ഒരിടത്ത് വൈഫ് നടത്താൻ പോകും, ഒരിടത്ത് മൂത്ത മോൻ പോകും, ഒരിടത്ത് ഇളയ മോൻ പോകും. അങ്ങനെ ഞങ്ങളെ ഈ പ്രാർത്ഥന ഓരോ വീടുകളിലെ അങ്ങനെ നടത്തി ആ വേല മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചു. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഏത് കളക്ടർ ഞങ്ങൾക്കെതിരായിട്ട് പറഞ്ഞോ ആ കളക്ടറിന്റെ ട്രാൻസ്ഫർ ആയി. അതിനുശേഷം ഒരു കളക്ടർ വന്നു, പിന്നെ ഒരു SP വന്നു. ആ SP ഒരു ബ്രദറൻ വിശ്വാസിയായിരുന്നു. അപ്പം ഈ SP കാണാനായിട്ട് പോയി കാര്യങ്ങൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ തുറന്ന് പ്രവർത്തിക്കേ, കർത്താവിന്റെ വേലയല്ലേ. അങ്ങനെ ഒരിക്കലും ഇത് തുറക്കാൻ പറ്റത്തില്ല, കാരണം കളക്ടർ എതിരായിട്ട് നിന്നത്. എന്നാൽ അദ്ദേഹത്തെ അവിടെ പോലും ദൈവം അത്ഭുതം ചെയ്ത് വീണ്ടും പ്രവർത്തനങ്ങൾ തുടങ്ങാനും ഒക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. പ്രതികൂലങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായി. അപ്പം പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ഈ വേലയ്ക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പലപ്പോൾ ആരംഭത്തിലൊക്കെ സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് ഉണ്ടായെങ്കിൽ അതിനുശേഷം ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായി. ഒന്നിനു പുറകെ ഒന്നായിട്ട് എൻ്റെ വൈഫിന് രോഗങ്ങൾ വരാൻ തുടങ്ങി. അപ്പം 30ാമത്തെ വയസ്സിൽ തന്നെ വൈഫിന്റെ യൂട്രസ് മാറ്റേണ്ടി വന്നു. അതുപോലെ ബ്ലീഡിങ് ആയി, പിന്നെ മരിച്ചുപോയ അവസ്ഥ. എന്നോട് യാത്ര പോലും പറഞ്ഞ് പോയ സമയമുണ്ടെന്ന് വെച്ചാൽ, ഞാൻ പോവുക, നിങ്ങൾ വേറെ വിവാഹം കഴിക്കണം, കർത്താവിന്റെ വേലയിൽ മുന്നേറണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് യാത്ര പറഞ്ഞു പോയ സമയമുണ്ട്. ഞാനിങ്ങനെ ഒക്കെ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, നീ പറഞ്ഞ വാഗ്ദത്തങ്ങളൊന്നും നിറവേറിയിട്ടില്ല, ഇനി ഒരുപാട് വാഗ്ദത്തങ്ങൾ ബാക്കിയുണ്ട്, അങ്ങ് ഇവിടെ തിരിച്ചു നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് സമയങ്ങളുണ്ട്. ഇന്നും ദൈവത്തിന്റെ കൃപയാലെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ കർത്താവിന്റെ കൃപ
ദൈവം ഞങ്ങളുടെ മേൽ തരുന്നു. അങ്ങനെ നിന്ന് കർത്താവിന്റെ വേലയിൽ മുന്നേറുവാൻ സഹായിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു, ഞാനും വൈഫും തമ്മിൽ. കാരണം പുള്ളിക്കാരി ഹിന്ദുവിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു, ഞാൻ ക്രിസ്തീയ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു. പലപ്പോഴും ഞങ്ങളുടെ ഭക്ഷണങ്ങളെ, ഞങ്ങളുടെ പലതിലും ഏറ്റക്കുറച്ചുകൾ ഉണ്ടായി, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. പലപ്പോഴും ഞങ്ങൾ തമ്മിലെ ഡൈവോഴ്സ് പോലും ചെയ്യാൻ, അതായത് വേർപിരിയാമെന്ന് പോലും ചിന്തിച്ച സമയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയൊക്കെ ദൈവം വചനം പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ ആരും വേർപിരിക്കുകയില്ലെന്ന. അപ്പം വേർപിരിയാൻ തമ്പുരാൻ അനുവദിച്ചില്ല. ഇന്നും ഞങ്ങൾക്ക് ഒന്നിച്ച് നിന്ന് ഇവിടുത്തെ വേലയിലെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കുന്നു. ഇപ്പം കുഞ്ഞുങ്ങൾ ഇപ്പം മൂത്തവനെ LLB ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും എക്സാമിന് മാത്രം ഡൽഹി പോയാൽ മതി, ബാക്കി സമയമെല്ലാം എൻ്റെ കൂടെ കർത്താവിന്റെ വേലയിൽ എല്ലാ ഗ്രാമങ്ങളിലും പോകുവാനും ഒക്കെ ദൈവം അവനും കൃപ നൽകുന്നു. രണ്ടാമത്തെ മോൻ രണ്ടുപേരോടും പറയുന്നത് കർത്താവിന്റെ വേല മഹത്വമേറിയ ശുശ്രൂഷയാ, ഈ ശുശ്രൂഷ വിട്ടു പുറത്തേക്ക് മറ്റൊന്നല്ല. അപ്പം പലപ്പോഴും കൂട്ടുകാരുടെ ഒക്കെ ജോലികൾക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുമ്പോഴും ഇവർ പറയും, ഞങ്ങൾ ജോലി ചെയ്തിട്ട് വേലയ്ക്ക് സപ്പോർട്ട് ചെയ്താൽ പോരെ. അപ്പൊ ഞാൻ മക്കളോട് പറയും, മോനെ, നിങ്ങളുടെ പൈസയല്ല ദൈവത്തിന് വേണ്ടത്, ദൈവത്തിന് നിങ്ങളെയാ വേണ്ടത്. നിങ്ങളെയാ വേണ്ടത്. അപ്പം നാം നമ്മെ കൊടുക്കണം. പൈസ കൊടുക്കാൻ ഒരുപാട് പേരുണ്ട്, പക്ഷെ തന്നെ കൊടുക്കാനാ ഇല്ലാത്തത്. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് നമ്മൾ കൊടുക്കണം. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലും ആ സുവിശേഷത്തിന്റെ ഒരു ഭോജ് കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളോടൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഇതാണ്, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തന. അവന്റെ തിരുമുഖത്തേക്ക് നോക്കിയാൽ നാം ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, 1.5 ലക്ഷം രൂപയോളം ഒരു മാസം വേണം. ഈ ജനുവരിയിലെ വീണ്ടും കുറച്ച് ദേവദാസന്മാരെ കൂടെ ന്യൂ ഇന്ത്യ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ വീണ്ടും ഏകദേശം ഒരു 25ഓളം ദേവദാസന്മാർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് വിശ്വാസത്താലാണ്. എന്നാൽ ഈ മാസം വരെ സപ്പോർട്ട് എല്ലാവർക്കും കൊടുക്കാൻ ദൈവം സഹായിച്ചു. അപ്പം ഞാൻ ഈ സാക്ഷ്യത്തിലൂടെ എന്നെ കേൾക്കുന്ന യൗവനക്കാരോട് എനിക്ക് പറയുവാനുള്ളത് ഇതാ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നാം ഇറങ്ങാൻ തയ്യാറാകണം. ഭാഷ അതിനൊരു തടസ്സമല്ല, പണം ദൈവവേലയ്ക്ക് തടസ്സമല്ല, ഭാഷയോ പണമോ അല്ല. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തന. ആ ദൈവം നമ്മളെ നടത്തും. പക്ഷെ പ്രതികൂല സാഹചര്യങ്ങൾ വരും. ഞാൻ പറഞ്ഞല്ലോ, ശാരീരികമായി ബുദ്ധിമുട്ടുകൾ വന്നു, വൈഫിന് വന്നു. ഒരു പ്രാവശ്യം എനിക്ക് ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന സൗണ്ട് എനിക്കില്ലായിരുന്നു. 2000 ഈ സൗണ്ട് മുഴുവൻ നഷ്ടപ്പെട്ട കൊറോണയുടെ ആ സമയം കഴിഞ്ഞപ്പോൾ 2001 എൻ്റെ ഈ സൗണ്ട് അങ്ങ് ഫുഡ് പൈപ്പിന് കിഴുത്ത വന്നു. ഞാനൊരു 21 ദിവസം ഉപസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനൊരു അബോധാവസ്ഥയിലേക്ക് പോയി. എന്നെ വിശ്വാസികളെല്ലാം കൂടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഫുഡ് പൈപ്പിന് കിഴുത്തയാ. അതുകൊണ്ട് CT സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് ഇനി ശബ്ദം തിരിച്ചു കിട്ടുവാണോന്ന് അറിയത്തില്ല. അപ്പം ഒന്നുമില്ല, ഡക്കാറ് ഏമ്പക്കം വരത്തില്ല, എന്ത് കഴിച്ചാലും പകുതി ഈ പൈപ്പിലൂടെ വെളിയിൽ പോയിട്ട് ഇൻഫെക്ഷൻ ആകുന്നു. അപ്പം ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇവിടുന്ന് വലിയ ഹോസ്പിറ്റലിലേക്ക് റായ്പൂരിലേക്ക് റെഫർ ചെയ്തു. അവിടെ ICUയിൽ ഇട്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. അപ്പം എൻ്റെ വൈഫും ദേവദാസന്മാരും ചോദിച്ചു, അപ്പം ഇദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവുമോ? അവർ പറഞ്ഞു ഞങ്ങൾ 90% ഗ്യാരണ്ടി ഇല്ല, ആ സൗണ്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പിന്നെ കിട്ടിയാ നല്ലത്. അപ്പൊ ഞാൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. ഞാനൊരു പേപ്പറിനകത്ത് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല, ഓപ്പറേഷൻ ചെയ്യണ്ട. ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ വിളിക്കുന്ന എൻ്റെ ദൈവം അനേകർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്, വിടുതൽ നൽകിയിട്ടുണ്ട്. ഈ കട്ടിലെ പാരലൈസായി കിടന്ന് അനങ്ങാൻ പോലും വയ്യാത്തവരെ കൈ പിടിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ എഴുന്നേറ്റ സമയമുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ 3 പേരെ എയ്ഡ്സിൽ നിന്ന് സൗഖ്യമായവരുണ്ട്. എൻ്റെ കൂടെയുള്ള ഒരു ദേവദാസന്റെ കൂടുള്ള ഒരു വിശ്വാസി ഇതുപോലെ തന്നെ എയ്ഡ്സ് ആയിട്ട് മരിക്കുമെന്ന് പറഞ്ഞതാ ഡോക്ടർ, അദ്ദേഹം സൗഖ്യം. അങ്ങനെ ഒരുപാട് സൗഖ്യങ്ങൾ ദൈവം ചെയ്ത ആ ദൈവമാണ് എൻ്റെ കൂടെ ഉള്ളത്. ആ ദൈവത്തിന്റെ മന്ദിരമാണ് ഞാൻ. അതുകൊണ്ട് ഓപ്പറേഷൻ വേണ്ട, എൻ്റെ ദൈവം സൗഖ്യമാക്കുമെന്ന് ഞാൻ ഇങ്ങനെ എഴുതി കൊടുത്തപ്പോഴത്തേക്കും ആ ഡോക്ടർമാരിൽ ഒരാൾ ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യേ, 2 ദിവസം സമയം ഞങ്ങൾ പാസ്റ്ററിന് തരാം, പാസ്റ്റർ പ്രാർത്ഥിക്കേ, ആ 2 ദിവസം കൂടെ ഞങ്ങൾ നോക്കാം, എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന്
പോകാമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്നാ മതി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പൊക്കോണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ അധികം സമയം വേണ്ട, ഒരു സെക്കൻഡ് പോലും വേണ്ട. അങ്ങനെ 2 ദിവസം സമയം അവര് തന്നു. ഞാന് അവിടെ ആ കട്ടിലേ കിടക്കുമ്പോഴും ശ്വാസം വരുന്നില്ല, സൗണ്ട് വരുന്നില്ല. എൻ്റെ ഭാര്യയെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അലമാരയുണ്ട്, അലമാരക്കിട്ട് ഇങ്ങനെ കൊട്ടും. ആ സൗണ്ട് കേൾക്കുമ്പോഴാണ് പുള്ളിക്കാരി ഓടി വരുന്നത്. എന്നാ ചോദിച്ചോണം. അപ്പൊ ഞാൻ പേപ്പർ എഴുതി കാണിക്കുക, എനിക്ക് ഇന്നത് വേണം പറഞ്ഞ പുള്ളിക്കാരി അത് കൊണ്ട് തരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞു. ഇവര് വീണ്ടും എന്നെ കൊണ്ടുപോയി CT സ്കാൻ ചെയ്തപ്പോൾ മൂക്കി പൈപ്പൊക്കെ ഇട്ട് മൂക്കി കൂടെ മാത്രമാണ് ലിക്വിഡായിട്ട് എന്തെങ്കിലും തരുന്നത്. അപ്പം CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം 2 പ്രാവശ്യം ചെയ്തിട്ടും ആ ഹോള് കാണാനില്ല. അത് 2 ദിവസം കഴിഞ്ഞ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് ആ ഹോള് മാറി. അപ്പം ദൈവം സൗഖ്യം നൽകി. അവര് ചുറ്റി തന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോവാ. എന്നാൽ വീട്ടിൽ വന്ന് 2 മാസമായിട്ടും സൗണ്ട് ഇല്ല. ഞാൻ അപ്പോഴും വീട്ടിൽ വരുമ്പോഴും ഹോളൊക്കെ അടങ്ങുന്ന CT സ്കാൻ പറഞ്ഞു, എല്ലാമായി. പക്ഷെ എനിക്ക് സൗണ്ട് ഇല്ല. ഞാൻ എൻ്റെ വൈഫിനെ വിളിക്കണമെങ്കിൽ വീട്ടിലെ അലമാരയിലെ ഇങ്ങനെ അടിക്കുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോഴാണ് പുള്ളിക്കാരി ഓടി വന്നിട്ട് എന്നാ ചോദിക്കും. ഞാൻ എഴുതി കാണിക്കും, പുള്ളിക്കാരി കൊണ്ടുതരും. ആ അവസ്ഥയിൽ 2 മാസത്തോളം പോയി. അവിടുന്ന് വെല്ലൂര് ഹോസ്പിറ്റലിൽ പല ദേവാസന്മാർ പറഞ്ഞ് നമുക്ക് വെല്ലൂരിലൊന്ന് കാണിക്കാം. വെല്ലൂര് പോയി. വെല്ലൂര് ചെന്നിട്ടും പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പം മൂത്ത മോനാണ് സഭയിലെ ആരാധന നടത്തുന്നത്, പ്രസംഗിക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ താഴെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കും, കർത്താവേ എന്നങ്ങയെ ഒന്ന് ഘോഷിക്കാൻ, അങ്ങയുടെ വചനം പറയാൻ എനിക്ക് അവസരം തരൂ എന്ന് ചോദിച്ചുകൊണ്ട് താഴെ ഇരുന്ന് ഇങ്ങനെ കരയുന്ന സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ അത്ഭുതം, വീണ്ടും ദൈവം ചില ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ശബ്ദം തിരിച്ചു തന്നു. വീണ്ടും ഈ ശബ്ദവുമായിട്ട് ഗ്രാമങ്ങളിലേക്ക് പോകാനും ഗ്രാമങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യാനൊക്കെ ദൈവം സഹായിക്കുന്നു. പിന്നെ ആ സമയങ്ങളിൽ മോനെ ദൈവം ശക്തമായിട്ട് എഴുന്നേൽപ്പിച്ചു. അവന് ദൈവം അഭിഷേകം കൊടുത്തു, പ്രവചനാത്മാവിനാൽ നിറച്ചു. അങ്ങനെ മോനും ശുശ്രൂഷയിലേക്ക് ആ പീരീഡിൽ ദൈവത്തിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ശാരീരികമായ പ്രശ്നങ്ങൾ വന്നു, സാമ്പത്തികമായ പ്രശ്നങ്ങൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു, ഞാൻ വൈഫുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായെങ്കിലും അവിടെയെല്ലാം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നിൽക്കാൻ ദൈവം സഹായിച്ചു. അപ്പൊ എനിക്ക് എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ളത് ഇതാ, നാം ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ ദൈവം വഴി തുറക്കുക തന്നെ ചെയ്യും. എല്ലാം കിട്ടിയിട്ടോ, എല്ലാം കണ്ടിട്ടോ, എല്ലാം കയ്യിൽ ലഭിച്ചിട്ടോ അല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അനേകരുടെ അനുഭവങ്ങളുണ്ട്, അനേക ദൈവദാസിമാരുടെ അനുഭവങ്ങളുണ്ട്. വിശ്വസിച്ചിറങ്ങിയപ്പോൾ ദൈവം വഴികൾ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോടെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അല്പസമയമേ നമുക്കുള്ളൂ. കർത്താവിന്റെ വേല നമുക്ക് ചെയ്യാം. ഛത്തീസ്ഗഡിലും ഭാരതത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം. ഛത്തീസ്ഗഡിൽ വരേണ്ടവർക്കെല്ലാം സ്വാഗതം. ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കാം. വന്നാട്ടെ, നമ്മുടെ കർത്താവിനെ നമുക്ക് ഉറക്കെ ഘോഷിക്കാം. ഇപ്പൊ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രതികൂലങ്ങളൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഇപ്പം ഹൗസ് ചർച്ചുകളെല്ലാം നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നാരായൺപൂർ ജില്ലയിൽ എൻ്റെ കൂടെ ഒരു 6 പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിൽ 4 പ്രവർത്തനം നിന്നു. ബാലോദ് എന്ന് പറഞ്ഞ ജില്ലയിലെ കളക്ടറേറ്റിനോട് ചേർന്ന് ഒരു മലയാളിയുടെ വീട്ടിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രവർത്തനം, അവിടുത്തെ ആരാധന നിർത്തിച്ചു. കാരണം അവര് പറയുന്നത് വീട്ടിൽ ആരാധന നടത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് ചർച്ചുകളിൽ പോയി ആരാധിച്ചോളാനാ. അതുകൊണ്ട് നമ്മുടെ ബാലോദിലൊക്കെ നമ്മൾ മറ്റൊരു ചർച്ച്, അവരുടെ ആരാധനയ്ക്ക് മുമ്പ് 7 മുതൽ 9 വരെ നമ്മളൊരു ടൈം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ അവിടെ ആരാധന നടത്തുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്ഥലങ്ങൾ വാങ്ങിച്ച് അവിടെ ചർച്ചുകൾ, അതും സ്ഥലം ചർച്ചിന്റെ പേരിലായിരിക്കണം. പാസ്റ്റർമാരുടെ പേരിലോ ഒരു വ്യക്തിയുടെ പേരിലാണെങ്കിൽ അത് ചർച്ചായിട്ട് അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് പോലീസുകാർ വന്ന് ആദ്യം ചോദിക്കുന്ന ചർച്ച് രജിസ്റ്റർഡ് ആണോ, പിന്നെ ചർച്ചിന്റെ ആ സ്ഥലം ചർച്ചിന്റെ പേരിലാണോ. ആണെങ്കിൽ മാത്രമേ അവര് നമുക്ക് അവിടെ ആരാധിക്കാൻ അനുവദിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ അത് പൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ പല സ്ഥലത്ത് 59ഓളം ഞങ്ങളുടെ ഈ ജില്ലയിലെ
എൻ്റെ പാലോട് ജില്ലയിൽ 59ഓളം വീടുകളിൽ നടന്ന പ്രാർത്ഥനകളാണ് ഈ 3-4 മാസം കൊണ്ട് നിർത്തിയത്. അതുകൊണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമേ. എന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിൻ്റെ മേൽ ജയമെടുക്കുകയില്ല എന്ന് കൽപ്പിച്ച ദൈവം അന്നും മുതൽ ഇന്ന് വരെയും തൻ്റെ സഭയെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്നൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലം വന്നോ, ആ പ്രതികൂലങ്ങൾക്ക് ശേഷം ഒരു വളർച്ചയാ ദൈവം തന്നത്. അത് സാമ്പത്തികത്തിലും വളർച്ച തന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞായിരുന്നു, 2 പ്ലേറ്റും 2 ഗ്ലാസും തന്നപ്പം പറഞ്ഞായിരുന്നു, അമ്മച്ചി ഞാൻ കൊണ്ടാക്കാൻ പാത്രമില്ല, അതുകൊണ്ട് ഇത് വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആ അമ്മച്ചി രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും അമ്മച്ചിയെ സ്നാനപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് വിശ്വാസത്തിലുണ്ട്. ആ അമ്മച്ചി ഞങ്ങളുടെ വീട്ടിൽ മാസങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു 3 മാസം മുമ്പാ ചേട്ടന്റെ വീട്ടിലോട്ട് പോയതിനു മുമ്പ് ഇവിടെ ആയിരുന്നു. ഇപ്പം അമ്മച്ചി തന്നെ പറയുന്നുണ്ട്, ഒരു 100 പേര് വന്നാലും മോനെ ഒരു കുഴപ്പവും ഇല്ലല്ലോടാ, ഇവിടെ പ്ലേറ്റും ഉണ്ട്, ഉണ്ടാക്കാനുള്ള പാത്രവും ഉണ്ട്, ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലവും ഉണ്ട്, എല്ലാം ദൈവം തന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ദൈവമുഖത്ത് നോക്കിയവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. ലജ്ജിപ്പിക്കുന്ന സാഹചര്യം വരും, പക്ഷേ അപേക്ഷിക്കട്ടെ, അപേക്ഷയോടുകൂടെ പറയട്ടെ, ആ സാഹചര്യത്തിൽ നോട്ടം മാറ്റരുതേ. അല്പസമയത്തെ ശോധനയേ ഉള്ളൂ. ആ നോട്ടം മാറാതെ നമ്മൾ നിന്നാൽ അതിനുശേഷം നമുക്ക് ലഭിക്കുന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. രോഗം വരുമ്പോൾ നോട്ടം മാറുന്ന സാഹചര്യം വരും. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പം മനസ്സിൽ വരും, അവരോട് ചോദിച്ചാലോ ഇവരോട് ചോദിച്ചാലോ എന്ന്. എന്നാൽ ഇന്ന് വരെ എന്നെ കേൾക്കുന്ന, എന്നെ അറിയാവുന്ന പലരും ചിലപ്പോൾ ഇത് കാണുമായിരിക്കും. അവരുടെയൊക്കെ മുമ്പിൽ വിശ്വസ്തയോടുകൂടെ പറയട്ടെ, അവരൊക്കെ സാക്ഷികളാ. ഞാൻ ഒരു മനുഷ്യരോടും കടം ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല. ഈ 19 മുതലേ 2024 വരെ കടം വാങ്ങിച്ചിട്ടില്ല. എന്നാൽ കടം വാങ്ങിക്കേണ്ട അനേക സാഹചര്യം വന്നു. അതിൽ ചിലത് മാത്രമേ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുള്ളൂ. കാരണം എല്ലാത്തിനും ഒരു സമയ പരിധി ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അനേക സാഹചര്യങ്ങൾ വന്നു. എന്നാൽ ആ സാഹചര്യങ്ങളിലൊക്കെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് മനസ്സിലാക്കി ആ ദൈവ പ്രവർത്തിക്ക് വേണ്ടി കാത്തിരുന്നു. അപ്പോഴാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ദൈവവേലയ്ക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള സഹോദരങ്ങളെ, വിശ്വാസത്താൽ കർത്താവിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഇറങ്ങിയാട്ടെ. ദൈവം നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കും. പ്രശോധനകൾ വരും, രോഗങ്ങൾ വരും, പ്രതികൂലം വരും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും. എന്നാൽ നോട്ടം മാറ്റരുതേ, അവിടെ നോട്ടം മാറ്റരുതേ, മനുഷ്യനെ ആശ്രയിക്കരുതേ, കർത്താവിനെ മാത്രം നോക്കിയാട്ടെ. ദൈവം വിശ്വസ്തനാണ്. അവൻ വഴികളെ തുറന്ന് നമ്മളെ അത്ഭുതകരമായി നടത്തും. ആകയാൽ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രിയ ദാനിയൽ ജോൺ പാസ്റ്ററിനും ഈ ആരോമ ടിവിക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ ഞാൻ എൻ്റെ സാക്ഷ്യത്തെ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കും. ആമേൻ, 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 ആമേൻ. വളരെ അനുഗ്രഹീതവും ഹൃദയസ്പർശിയുമായ ജീവിതത്തിൻ്റെ നല്ല അനുഭവക്കുറിപ്പുകൾ പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോസഫ് അവറുകൾക്ക് ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിൽ ജനിച്ച് വളർത്തപ്പെട്ട ആ ഒരു ബാല്യകാലവും ഒരു റോമൻ കത്തോലിക്ക പുരോഹിതനായിട്ട് നിയമിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു നിലയിൽ ആഗ്രഹിച്ച ആ ഒരു ബാല്യകാലം, അതിനുവേണ്ടി താല്പര്യപ്പെട്ട് അതിനുവേണ്ടി വളർത്തപ്പെട്ട ഒരു പശ്ചാത്തലം. എന്നാൽ മിലിറ്ററിയിലേക്ക് പോകുവാൻ ഇടയായി തീർന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ മിലിറ്ററി ഉദ്യോഗസ്ഥനായി തീർന്നുവെങ്കിലും തികഞ്ഞ മദ്യപാനിയായി തീരുകയും ആ നിലയിൽ ജീവിതമെല്ലാം നഷ്ടപ്പെട്ട് നിരാശയിലൂടെ കടന്നുപോയി കടം വാങ്ങിച്ച് ഒരു കടക്കാരനായി 10 പൈസ കയ്യിലില്ലാതെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുമ്പോൾ ഒരു ഭവനത്തിൽ, അതായത് വാത്സല്യ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരു കുടുംബത്തിലെ പ്രാർത്ഥനയിൽ ചെന്ന് അവിടെ സംബന്ധിക്കുമ്പോൾ കൂടെ ഇരുന്ന കർത്താവ് അവിടെ വെളിപ്പെട്ടു വരികയാണ്. നാളിതുവരെ ഉണ്ടായിരുന്ന അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളുടെ നടുവിലും കഷ്ടതയുടെ നടുവിലും ഒക്കെ കൈവിടാതെ കൂടെ ഇരുന്ന കർത്താവ് ആ ഭവനത്തിൽ, ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അവിടെ കൊണ്ടെത്തിക്കുന്നു. ദൈവദാസന് ദൈവത്തിൻ്റെ ആലോചനകൾ പറയുന്നു. ആ വചനത്തിൻ്റെ മുൻപ്, ആലോചനയുടെ മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുകയും കർത്താവിന് പ്രവർത്തിക്കുവാൻ ജീവിതം സമർപ്പിക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി
ഇറങ്ങുകയും ചെയ്യുന്ന ആ ഒരു അനുഭവം. ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയി, ഒരുപാട് കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അതിൻ്റെ എല്ലാം നടുവിൽ അനുഭവിച്ചറിഞ്ഞ അത്ഭുതമായ ദൈവത്തിൻ്റെ കരം അത് വളരെ വലുതാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ആ കൂടെ ഇരുന്ന് വഴി നടത്തിയ ആ സർവശക്തനായ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസൻ ജേക്കബ് ജോസഫ് കുടുംബം ഇന്ന് ഛത്തീസ്ഗഡിൽ സുദീർഘമായ വർഷങ്ങൾ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഗ്രാമങ്ങളിൽ ഏറെ പ്രതിസന്ധികളുടെ നടുവിലും കർത്താവിനെ ഉയർത്തി കാണിക്കുവാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രവർത്തകർ, കുടുംബം, കുഞ്ഞുങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാ പ്രതിസന്ധിയുടെ നടുവിൽ മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധികളുടെ നടുവിലും തളർന്നു പോകാതെ, പ്രതികൂലങ്ങളുടെ നടുവിൽ പിന്മാറിപ്പോകാതെ സ്വർഗത്തിലെ ദൈവം കൂടെയിരുന്ന് ജയോത്സവമായി വഴി നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം കാലുകൾക്ക് ബലം ഏകട്ടെ, വിശാലതകളിലേക്ക് ദൈവം വഴി നടത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹവും പ്രചോദനവും ആയിത്തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പല പ്രിയപ്പെട്ടവരും മദ്യത്തിനും മയക്കുമരുന്നിനും കടബാധ്യതയ്ക്കും ആത്മഹത്യയ്ക്കും ഒക്കെ അടിമയായി ജീവിതത്തിൽ നിരാശയോടുകൂടി കുടുംബം തകർച്ചയുടെ മധ്യത്തിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരും ഞങ്ങളെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മിലിറ്ററി ക്യാമ്പുകളിൽ സൗജന്യമായിട്ട് കിട്ടുന്നതായ മദ്യമൊക്കെ കഴിച്ചിട്ട് ജീവിതത്തിൽ സമാധാനമില്ലാതെ, കുടുംബത്തിൽ സമാധാനമില്ലാതെ ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരൊരു പക്ഷങ്ങൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടാകാം. അതുപോലെ ജീവിതത്തിൽ സാമ്പത്തികമായി തകർന്നടിഞ്ഞ് കടക്കെണിയാൽ ഇനി ജീവിക്കേണ്ട എന്ന് വിചാരിച്ച് ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടാകാം. അതല്ല, ജപ്തി നടപടികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. നാളെയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, ജോലിയില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഒരുപാട് വിഷയങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർപ്പിക്കട്ടെ. നിങ്ങൾ കേട്ട ഈ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. കഷ്ടത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള ഒരു ഡോറാണ്, ഒരു വാതിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ, കഠിന ശോധനകൾ, തീച്ചകളുടെ അനുഭവങ്ങൾ, ഒരുപാട് ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ അനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ അതായിരിക്കാം ഫോക്കസ് ചെയ്യുന്നത്, അതായിരിക്കാം നിങ്ങൾ കാണുന്നത്. എന്നാൽ അതിനപ്പുറത്ത് നിങ്ങളെ കാത്തു നിൽക്കുന്ന, നിങ്ങളെ സഹായിക്കുവാൻ നിൽക്കുന്ന, നിങ്ങളെ മാടി വിളിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്, ഒരു അദൃശ്യ കരമുണ്ട്. ആ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുൻപാകെ, ആ കരത്തിൻ്റെ മുൻപാകെ തിരിച്ചറിഞ്ഞ് കർത്താവെ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു, അങ്ങനെ രക്ഷിക്കണമേ, അങ്ങനെ സഹായിക്കണമേ, അങ്ങനെ കരം പിടിക്കണമേ എന്ന് പറയുവാൻ ആരാ കരത്തോട് ചേർന്ന് നിൽക്കും, ആരാ ശബ്ദത്തിന് പ്രതികരിക്കുവാൻ തയ്യാറാകും, അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. കർത്തൃദാസൻ്റെ സാക്ഷ്യം പറയുമ്പോൾ അദ്ദേഹത്തിന് നെറ്റ്വർക്ക്, തുടക്കത്തിൽ തന്നെ നെറ്റ്വർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോ പല ഭാഗത്തും വേണ്ടതുപോലെ ക്ലിയർ അല്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് മറ്റ് യാതൊരു ക്രമീകരണങ്ങളോടെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, മറ്റെങ്ങോട്ടേക്കും പോകാനും പറ്റുന്നൊരു സാഹചര്യമല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അനേകർക്ക് വിടുതലിന് കാരണമായി തീരുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ സാക്ഷ്യം അത് എടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഞാൻ മനസ്സിലാക്കുന്നു, ഇത്രയും പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടും കർത്താവിൻ്റെ ദാസന് ഈ സാക്ഷ്യം പങ്കുവച്ചപ്പോൾ അത് അനേക പ്രിയപ്പെട്ടവർക്ക്, കേൾവിക്കാർക്ക് വലിയ ഒരു ആശ്വാസത്തിന് കാരണമായി തീരും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും,
നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുവാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ജാതിയോ മതമോ ഒന്നും ആമേൻ ദൈവത്തിന് വിഷയമല്ല. ആമേൻ നിങ്ങളേത് വിശ്വാസത്തിലുള്ളവരായിക്കൊള്ളട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആമേൻ. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകൂ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെയും രക്ഷിക്കുന്നു, യേശു നിങ്ങളെയും അത്ഭുതകരമായി വഴി നടത്തുവാൻ ശക്തനാണെന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ. നാം ഒരുമിച്ച് ഒരു നിമിഷ സ്തോത്രത്തോടെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോസഫ് ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. നല്ല പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. ഈ സാക്ഷ്യങ്ങൾ ഈ ടിവിയിലൂടെ കണ്ട ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധ കരത്തിലേൽപ്പിക്കുന്നപ്പാ. അങ്ങ് ഹൃദയങ്ങളോട് ഇടപെടുന്ന ദൈവമാണല്ലോ. ആരും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാതെ എല്ലാവരെയും രക്ഷിക്കുന്ന ദൈവമാണല്ലോ. അങ്ങയുടെ ആഗ്രഹം ഇത് കണ്ട ഓരോരുത്തരുടെയും മേലങ്ങ് വെളിപ്പെടുത്തണമേ അപ്പാ. ഇത് കണ്ട ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗമായി നിത്യതയിൽ എത്തിച്ചേരുവാൻ അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ സാക്ഷ്യം കേട്ട ഓരോ വ്യക്തികളുടെ ജീവിതങ്ങളോടും അങ്ങ് ഇടപെടണമേ. അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അങ്ങ് അവരുടെ ഹൃദയങ്ങളെ ദൈവവചനത്തിലൂടെ മുട്ടുന്ന സമയങ്ങൾ അവരത് ഗ്രഹിക്കുവാൻ, അവരുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ, അങ്ങേ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ഇടയാക്കണമേ. യേശുവേ, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നേ, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണമേ അപ്പാ. ഒപ്പം തന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം, അഭിഷേകത്തിന്റെ അനുഭവങ്ങൾ പ്രാപിച്ചതിന് ശേഷവും വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന, പിന്മാറിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവേ, അവരുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ. ഈ സകല സാഹചര്യങ്ങളിലും അങ്ങയെ മാത്രം നോക്കി അങ്ങിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവർ വീണ്ടും വിശ്വാസത്തിൽ മുന്നേറുന്ന അനുഭവങ്ങളെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കണമേ. അനേകർ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഇടയാക്കണമേ. ഒരു നിത്യത അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. ആ നിത്യതയുടെ ദർശനമുള്ളിൽ പ്രാപിച്ച് അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇത് കണ്ട ഓരോരുത്തരുടെയും ഹൃദയങ്ങളോട് ഇടപെടണമേ അപ്പാ. ഇവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അനേകരോട് യേശു രക്ഷിതാവെന്ന് പറയുവാൻ, യേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് പറയുവാൻ അങ്ങയുടെ ആത്മശക്തിയാലും വചന വെളിപ്പാടുകളാലും അങ്ങ് ഓരോരുത്തരെയും ഉപയോഗിക്കണമേ അപ്പാ. ഇത് കണ്ട ആരെങ്കിലും ശാരീരികമായി രോഗികളെങ്കിൽ അവരെ സൗഖ്യമാക്കണമേ. റിമനദനഘടക ശംധാരകാരക, അങ്ങയുടെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം പകരണമേ, സമാധാനം പകരണമേ, സന്തോഷം പകരണമേ. സാമ്പത്തികമായി ബുദ്ധിമുട്ടിലിരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴികളെ തുറക്കണമേ കർത്താവേ. അവരും നാളെ ജീവനുള്ള സാക്ഷികളായി എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴികൾ തുറന്നുവെന്ന് ഉറക്കഘോഷിപ്പാൻ, അങ്ങയുടെ നാമം അതുമൂലം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിലും മുന്നോട്ട് സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ കഴിയാതെ ചഞ്ചലിച്ചു നിൽക്കുന്നവരോട് ഉടമനതനകട അങ്ങിടപെടണമേ. ഈ സാക്ഷ്യത്തിലൂടെ, ഈ മാധ്യമത്തിലൂടെ അവരുടെ ഹൃദയത്തിന് ഉറപ്പും ധൈര്യവും പകർന്നേ അവരെ അങ്ങ് ഉപയോഗിക്കണമേ. അനേകരെ നേടുവാൻ അവരെ അങ്ങ് ശക്തിയോടുകൂടി ഉപയോഗിക്കണമേ അപ്പാ. ഒപ്പം തന്നെ ദാനിയേൽ ജോൺ പാസ്റ്ററിനായി, അവരുടെ കുടുംബത്തിനായി, ഈ TV പ്രവർത്തിക്കുന്ന എല്ലാ ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കണമേ. ചില ആവശ്യങ്ങളുടെ മേലെല്ലാം അത്ഭുതത്തിന്റെ വഴികളെ തുറക്കണമേ. വീണ്ടും അനേകരുടെ സാക്ഷ്യങ്ങൾ ഈ
മാധ്യമത്തിലൂടെ അനേകരുടെ കരങ്ങളിൽ, അനേകരുടെ മുമ്പിൽ എത്തിക്കുവാൻ അങ്ങ് പ്രിയദാസനെയും കുടുംബത്തെയും കൂട്ടുദാസന്മാരെയും എല്ലാ പ്രവർത്തകരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്ന അധികാരപ്രകാരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, പ്രിയദാസനെയും ഈ ആരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണമേ. നിങ്ങളുടെ വരവിന് വേണ്ടി വീണ്ടും ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ, ഒരുങ്ങുവാൻ സഹായിക്കണമേ. എല്ലാ മഹത്വവും അങ്ങെടുത്താട്ടെ, യേശുവിന്റെ നാമം. ആമേൻ. വളരെ നന്ദി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോസഫ് അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ഉള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശക്തമായ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരേണ്ടയും പിന്നെയും ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായിത്തീരും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതായ വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പിലൂടെ സന്ദേശം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com